കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി, യേശുവന്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി, യേശുവന്റെ കൂടെ മതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാർവോടു ചേർന്നിരുന്നാൽ ഭയമില്ലയേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയും വചന ശുശ്രൂഷയും കടന്നു വന്നിരിക്കുന്നവർക്ക് ഒരുപോലെ ശുശ്രൂഷിക്കുന്നവർക്കും ഹല്ലേലൂയ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജ, വന്നിടണേ ദയവാ ഏഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജ, വന്നിടണേ ദയവാ ഏഴകളിൻ സഭയിൽ. ഉറക്കത്തിൽ കിടക്കും ജനം മറന്നു തിരുകൃപകൾ. ഉറക്കത്തിൽ കിടക്കും ജനം മറന്നു തിരുകൃപകൾ. പൂർവപിതാക്കളിൽ പകർന്ന നിന്നുണർവിനെ പകരണം ആത്മനാഥ. പൂർവപിതാക്കളിൽ പകർന്ന നിന്നുണർവിനെ പകരണം ആത്മനാഥ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജ, വന്നിടണേ ദയവാ ഏഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജ, വന്നിടണേ ദയവാ ഏഴകളിൻ സഭയിൽ. വേട്ടയാലോടി തളർന്ന വരുന്നു ആദരവായി തിരുസവിധേ ആശ്വാസദായകനേ. വരുന്നു ആദരവായി തിരുസവിധേ ആശ്വാസദായകനേ. ദയവാൻ ഏഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജ, വന്നിടണേ ദയവാ ഏഴകളിൻ സഭയിൽ. ജീവിത ക്ലേശങ്ങളാ വന്നിടുകൾ കാണുമ്പോ, ജീവിത ക്ലേശങ്ങളാ വന്നിടുകൾ കാണുമ്പോ, തെല്ലും തളരാതെ ധൈര്യമായി ജയിപ്പാൻ ശക്തി പകർന്നിടണേ. തെല്ലും തളരാതെ ധൈര്യമായി ജയിപ്പാൻ ശക്തി പകർന്നിടണേ. തെല്ലും
തളരാതെ ധൈര്യമായി ജീവിപ്പാൻ ശക്തി പകർന്നിടണേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഇഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഇഴകളിൻ സഭയിൽ. ആകാശമേഘങ്ങളിൽ ആരൂഢനായി വരുമ്പോൾ, ആകാശമേഘങ്ങളിൽ ആരൂഢനായി വരുമ്പോൾ, അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണം. അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥനയായി മാറട്ടെ. അങ്ങയെ മോദമായി സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഇഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാവേ, വന്നിടണേ ദയവായി ഇഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഇഴകളിൻ സഭയിൽ. ഉണർവിൻ പ്രഭുവേ, ഉണർവിൻ രാജാ, വന്നിടണേ ദയവായി ഇഴകളിൻ സഭയിൽ. ഹല്ലേലൂയ. മാർക്കോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വചനങ്ങളെ നാം ഹല്ലേലൂയ വായിക്കാം. അങ്ങനെ തന്നെ പാറസ്ഥലത്തിൽ വിതച്ചത് വചനം കേട്ടവുടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ. എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികന്മാർ ആകുന്നു. വചനം നിമിത്തം ഉപദ്രവമോ ഹീടയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറി പോകുന്നു. ഹല്ലേലൂയ. ഈ വചന ഭാഗം നാം അനേകം പ്രാവശ്യങ്ങൾ ഈ വിതപ്പും ഹല്ലേലൂയ കർത്താവിന്റെ വിത്തിനെ കുറിച്ചുള്ള ഈ വചനങ്ങൾ, നല്ല നിലത്തിൽ എന്ന് 4 നിലങ്ങളെ കുറിച്ച് കർത്താവ് ഈ വചനപ്രകാരം സംസാരിക്കുന്നത് അനേകം പ്രാവശ്യം നാം കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പകർന്നു തന്നത് ഈ പാറ സ്ഥലത്തിൽ വിതയ്ക്കപ്പെട്ട ആ വചനത്തിന്റെ ആ സത്യങ്ങൾ അല്പമായി എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പറയുവാനായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഹൃദയം തുറന്ന് വചനം സ്വീകരിക്കുവാനായി കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയന്റെ ആത്മാവാൽ നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ തന്നെ പാറസ്ഥലത്തിൽ വിതച്ച വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ. അപ്പോൾ ഈ വചനം കേൾക്കുന്ന ഹല്ലേലൂയ ഈ പാറസ്ഥലത്തിൽ വിതച്ചവർ എന്ന് ഉപമിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. വചനത്തിൽ ഈ ഉപമയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ 4 തരം ഹൃദയങ്ങളെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. വിതയ്ക്കപ്പെട്ടത് എന്ന് വരുമ്പോൾ നമ്മുടെ മുൻകാലങ്ങളിൽ നാം കണ്ട ആ കൃഷിയും അതുപോലെ തന്നെ കൃഷിയോട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അല്ല നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. ഇത് നമ്മുടെ ആത്മീയ ജീവിതമായി ഏറെ ഹല്ലേലൂയ ഫലപ്രദമായി ആയിത്തീരേണ്ട ഒരു തിരുവചന ഭാഗമാണ്. നമ്മുടെ ഹൃദയത്തെ നാം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ്. നമ്മുടെ ആത്മീയ ജീവിതം എവിടെയാണ് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന തിരുവചന ഭാഗമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവർ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. ഇന്ന് തിരുവചനം നാം കേൾക്കുമ്പോൾ, ഇന്ന് വചനം കേൾക്കുവാൻ ഒരു കുറവുമില്ല. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ മേഖലകളിലും, എല്ലാവിധമായ മാധ്യമ നിലകളിലും നാം വചനം കേൾപ്പാൻ അനേകം പ്രസംഗങ്ങളും അനേകം ദൈവദാസന്മാരും അനേകം ദൈവമക്കളും ഇത് പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവ രാജ്യത്തിന്റെ സുവിശേഷം അനേകം ഇടങ്ങളിൽ നിന്ന് നാം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാലും ഹല്ലേലൂയ അത് നാം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ പാറ സ്ഥലത്തിൽ വിതയ്ക്കപ്പെട്ടവരുടെ ഹൃദയത്തെയാണ് അവർ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. എങ്കിലും
അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികന്മാരാകുന്നു. ഉള്ളിൽ വേരില്ലാത്തവർ, പുറത്ത് കാണുന്ന വേരല്ല. ഹല്ലേലൂയ, ഉള്ളിൽ ഒരു അടിവേരുണ്ട്. ഉള്ളിൽ ഹല്ലേലൂയ നമുക്ക് ഒരു വേര് ഉണ്ടാകണം, ഒരു അടിസ്ഥാനം ഉണ്ടാകണം, ഒരു ഉറപ്പുണ്ടാകണം. ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഹല്ലേലൂയ, വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഹല്ലേലൂയ, പാറയിലെ തകർത്ത് അതിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഉറപ്പുള്ള വേര് ഹല്ലേലൂയ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ സന്തോഷത്തോടെ അവർ കൈക്കൊള്ളുന്ന വചനം ഹല്ലേലൂയ അവർക്ക് ക്ഷണത്തിൽ തന്നെ അവരിൽ നിന്ന് മാറിപ്പോകുകയാണ്. ഹല്ലേലൂയ, ഇന്ന് അനേകം വചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാം എല്ലാം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. ഒരു ദൂത് കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു. ഒരു പ്രവാചകൻ നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ഹല്ലേലൂയ നാം അറിയാത്ത നിലകളിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരു തിരുവചനം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനങ്ങൾ മുഖാന്തരം പെട്ടെന്നൊരു സന്തോഷം കടന്നു വരുന്നു. പക്ഷേ ഇവിടെ കാര്യം അവിടെയല്ല നിൽക്കുന്നത്. ആ സന്തോഷം കടന്നു വരുന്ന അല്പസമയത്തിലല്ല, നാം നിലനിൽക്കുന്നവരാണോ എന്നതാണ്, ആ വചനത്തിൽ നിലനിൽക്കുന്നവരാണോ എന്നതാണ് ഹല്ലേലൂയ നാം ചിന്തിക്കേണ്ടതായി ഇരിക്കുന്നു. മർക്കോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാം വചനം ഇങ്ങനെ പറയുന്നു: പിന്നെ അവൻ അവരോട് പറഞ്ഞത്, ഈ ഉപമ ഗ്രഹിക്കുന്നില്ലയോ? പിന്നെ മറ്റു ഉപമകൾ ഒക്കെയും എങ്ങനെ ഗ്രഹിക്കും? ഈ ഉപമ ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ കർത്താവ് പറയുന്നു, ഈ ഉപമയാണ് മറ്റുള്ള എല്ലാ ഉപമയ്ക്കും ഹല്ലേലൂയ ഒരു തായ്വേരായി ഇരിക്കുന്നത്, ഹല്ലേലൂയ ഒരു അടിസ്ഥാനമായിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ് എല്ലാ ഉപമയ്ക്കും ഒരു അടിസ്ഥാനമായ ഉപമ നാം മനസ്സിലാക്കേണ്ടത് ഈ വിത്തിനെയും നിലത്തിനെയും കുറിച്ചുള്ള, ഹൃദയത്തെക്കുറിച്ചുള്ള ഉപമയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് മനസ്സിലാകണം. ഹല്ലേലൂയ. ഇത് മനസ്സിലായില്ലെങ്കിൽ മറ്റ് ഒരു ഉപമയും നമുക്ക് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുവാനോ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനോ ഹല്ലേലൂയ ഇടയായി തീരത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മറ്റു ഉപമകളൊക്കെയും നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ കാരണമായി തീരും. എങ്ങനെ ഗ്രഹിക്കും? ഗ്രഹിക്കാൻ പോലും ഹല്ലേലൂയ നമുക്ക് കഴിയത്തില്ല. കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല മറ്റുള്ള ഉപമകളെ, തിരുവചന സത്യങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്തവരായി മാറിപ്പോകും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള എല്ലാ തിരുവചനങ്ങളെയും മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനമായ ഈ ഉപമ നാം മനസ്സിലാക്കി തീരേണ്ടത് അത്യന്തം ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ 4 തരം ഹൃദയങ്ങളെ കുറിച്ച്, നിലം എന്ന് പറയുന്നത് ഹൃദയത്തെ കുറിച്ചാണല്ലോ. നമ്മുടെ ഹൃദയം ഹല്ലേലൂയ, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, അതിനെ കുറിച്ചാണല്ലോ ഹല്ലേലൂയ പറയുന്നത്. അപ്പോൾ വഴിയരികെ വിതച്ചത് സാത്താനാണ് അതിന് എടുത്തു കളയുന്നത്. വഴിയരികെ വിതച്ച ഹല്ലേലൂയ ആ സത്യങ്ങളെ, ആ വചനം വഴിയരികെ വിതയ്ക്കുന്നതെന്ന് പറയുന്നത്, വചനം വൃഥാവായതല്ല, വഴിയരികെ വിതയ്ക്കേണ്ടതല്ല. പക്ഷേ നാം കേൾക്കുന്ന നമ്മുടെ ഹൃദയം വഴിയരികത്താകുന്ന ഒരു നിലം പോലെ ആയിത്തീരുമ്പോഴാണ് തിരുവചനം ഹല്ലേലൂയ എത്ര ശക്തിയുള്ളതായാലും, തിരുവചനം എത്ര ഹല്ലേലൂയ ഫലപ്രദമായി ഫലം ഉളവാക്കുന്നതായാലും, നമ്മുടെ ഹൃദയം എങ്ങനെയാകുന്നു ഈ തിരുവചനം കേൾക്കുമ്പോൾ ആയിത്തീരുന്നത്. ഹല്ലേലൂയ. അതിനനുസരിച്ചാണ് നമ്മുടെ ഹൃദയം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ വചനം പറയുമ്പോഴും നാം കേൾക്കുന്ന നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടതായിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഒരു വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നാം കേൾക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധയുള്ളവരായി ഇരിക്കുക. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം വചനം ഹല്ലേലൂയ കേൾവിയാലാണ് വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസമാണ് അടിസ്ഥാനം. അത് സ്നേഹത്തിൽ പണിയപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ഒരു അക്സെപ്റ്റൻസിലേക്ക് നാം കടന്നു വരാൻ പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് വിളിക്കുകയാണ്. അപ്പോൾ മുള്ളുള്ള നിലത്തെ ഇഹലോകത്തിന്റെ ഈ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും മോഹങ്ങളുമായി ഉപമിക്കുന്നു. പക്ഷെ പാറസ്ഥലത്തിൽ വിതയ്ക്കപ്പെട്ട ആ വചനം, അത് കേൾക്കുന്നവർ പാറസ്ഥലം പോലെ തന്നെ ഹൃദയത്തെ വച്ചിരിക്കുമ്പോൾ അവർ നിലനിൽക്കാത്തവരായി ആയിത്തീരുന്നു. മറ്റുള്ള വചനങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് ഒരു ഹല്ലേലൂയ ഒരു വരി അതിൽ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ പാറസ്ഥലത്തിലുള്ളവർ ആദ്യം അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. വളരെ ഹല്ലേലൂയ നമുക്ക് സന്തോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ നിലനിൽക്കാത്ത ഒരു ജീവിതമായി അവരുടെ ജീവിതം മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ഇത് മർക്കോസിന്റെ സുവിശേഷം 4:6 ഇങ്ങനെ പറയുന്നു: സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായ്ക കൊണ്ട്
ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ ഇവർ ഉണങ്ങിപ്പോകുന്നവരായി ആയിത്തീരുന്നു, വേരില്ലാത്തവരായി ആയിത്തീരുന്നു. ഹല്ലേലൂയ. വേരില്ലാത്തവരായും ഉണങ്ങിപ്പോകുന്നവരായും ആയിത്തീരുന്നു. ഈ വചനം മറ്റുള്ള സുവിശേഷങ്ങളിൽ നാം കാണുന്നുവല്ലോ. മത്തായിയുടെ സുവിശേഷം 13:21 പറയുന്നു, ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്ഷണത്തിൽ പെട്ടെന്ന് തന്നെ ഇടറിപ്പോകുന്നു. ഒരു ചെറിയ ഒരു ചൂട് തട്ടിയാറെ തന്നെ അവർ ഇടറിപ്പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ തരം അവസ്ഥ നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ വചനം നമുക്ക് ഏറെ പ്രയോജനകരമായി തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ പിൻവാങ്ങി പോകുന്നു. ഹല്ലേലൂയ. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ പാറസ്ഥലത്തിൽ വിതയ്ക്കപ്പെട്ടവരുടെ ഹല്ലേലൂയ അവസ്ഥ. പിൻവാങ്ങി പോകുന്നു, അവർ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു, പിൻവാങ്ങി പോകുന്നു. ഹല്ലേലൂയ. 4:5 ഇങ്ങനെ പറയുന്നു, മണ്ണിന് താഴ്ചയില്ലായക കൊണ്ട് ക്ഷണത്തിൽ അത് മുളച്ചു വന്നു. ഹല്ലേലൂയ. അപ്പോൾ അത് മുളയ്ക്കുന്നത് ക്ഷണത്തിലാണ്. പെട്ടെന്നാണ് വചനം അവർ കേച്ച് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഹല്ലേലൂയ, അവർ വാടിപ്പോകുന്നത് അതേ സ്പീഡിൽ തന്നെയാണ് വാടിപ്പോകുന്നത്. ഞാനിപ്പോൾ UAE-യിലായിരിക്കുമ്പോൾ ഈ വിന്റർ കാലാവസ്ഥ ആകുമ്പോൾ ഈ സിറ്റി മുഴുവനും വളരെ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞതായി നിൽക്കും. ഹല്ലേലൂയ. പക്ഷേ ചൂടിന്റെ അവസ്ഥ വരുമ്പോൾ ഈ പുഷ്പങ്ങളെല്ലാം ഹല്ലേലൂയ അവരെടുത്തു മാറ്റും. കാരണം ചൂട് തട്ടിയാൽ ഈ പുഷ്പങ്ങളൊന്നും നിലനിൽക്കത്തില്ല. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന ചില വൃക്ഷങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈത്തപ്പനകളുണ്ട്. ഹല്ലേലൂയ. അവയെല്ലാം ഹല്ലേലൂയ അത് നിലനിൽക്കുന്നതായിരിക്കും. ചൂട് ഏറുന്തോറും അത് ഫലം ഉളവാക്കുന്നതായിരിക്കും. കാരണം എന്താണെന്നറിയോ? ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, അത് വേരുള്ളതായിരിക്കുന്നത്, ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ എല്ലാറ്റിനേക്കാളും പ്രശ്നമുള്ളതായി തീരുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ഒരു അക്സെപ്റ്റൻസിലേക്ക്, നമ്മുടെ ഹൃദയത്തെ സ്വീകാര്യത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു നനവുള്ളതായി നിലനിൽക്കുന്നതായി ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ മാറ്റി തീർക്കേണ്ടതിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ട് ഈ ഹല്ലേലൂയ ഉപമ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റതൊന്നും നാം ഗ്രഹിക്കുവാൻ ഇടയായി തീരത്തില്ല. കാരണം വചനത്തെയാണ് അടിസ്ഥാനമായി കർത്താവ് പറയുന്നത്. ഈ വചനം ഹൃദയമാകുന്ന നമ്മുടെ നിലത്തിൽ നാം എങ്ങനെ സ്വീകരിക്കുന്നു, ആ സ്വീകാര്യതയാണ് ഹല്ലേലൂയ മുള്ളുള്ള സ്ഥലവും വഴിയരികെ വിതയ്ക്കപ്പെട്ടതും പാറസ്ഥലത്തിൽ വീഴതും നല്ല നിലത്തിൽ വിതയ്ക്കപ്പെട്ടതുമായ ഹല്ലേലൂയ ആ അനുഭവങ്ങളിൽ കൂടി ഒരു വിശ്വാസിയുടെ ജീവിതം ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ ഇന്ന് തിരുവചനത്തിന്റെ ഹല്ലേലൂയ ആ പഠനം ശ്രദ്ധിക്കുവാനായി നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ വചനം ഫലപ്രദമായിട്ടുള്ളത് തന്നെയാണ്, വചനം ശക്തിയേറിയത് തന്നെയാണ്, വചനം വീര്യത ഉള്ളതാണ്. ഹല്ലേലൂയ. വചനം ദൈവം തന്നെയാണ്. പക്ഷേ അത് സ്വീകരിക്കുന്ന ഹൃദയം എങ്ങനെയായി തീരണം എന്നുള്ളതാണ് ഏറെ ഹല്ലേലൂയ അത്യന്തം ആവശ്യമായി തുടരുന്നു. ഹല്ലേലൂയ. യാക്കോബിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 11-ാം വചനം ഇങ്ങനെ പറയുന്നു, സൂര്യൻ ഉഷ്ണക്കാറ്റോടുകൂടി ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവുതിർന്നു, അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നു. ഹല്ലേലൂയ. ധനീകമായ ഹല്ലേലൂയ ചിന്ത, ധനത്തോട് കാണിക്കുന്ന അതിമോഹം, ഹല്ലേലൂയ, ഈ തരം ചിന്തയോടുകൂടി വചനത്തെ നാം സമീപിക്കുകയാണെങ്കിൽ, ഈ തരം ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് തിരുവചനത്തെ നാം ഹല്ലേലൂയ അതിന്റെ വാക്തത്വങ്ങളെ അനുദിനം ഉച്ചരിക്കുന്നവരായി ആയിത്തീരുമ്പോൾ, ഇത് സംഭവിക്കാണ്ടാകുമ്പോൾ നാം ഉണങ്ങിപ്പോകുന്നവരായി, വാടിപ്പോകുന്നവരായി നാം ആയിത്തീരുകയാണ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ, കേട്ടോ, വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ജഡീകമായതെല്ലാം പുല്ലുപോലെ ആകുന്നു. ഹല്ലേലൂയ. വചനത്തിൽ എഴുതപ്പെട്ടുള്ള യഹോവയുടെ ശ്വാസം അതിന്റെ മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു. അതേ ജനം ഹല്ലേലൂയ, അതേ ജനം പുല്ല് തന്നെ. ഹല്ലേലൂയ. യഹോവയുടെ ശ്വാസം അതിന്റെ മേൽ ഊതുകയാൽ ഹല്ലേലൂയ പുല്ലുണങ്ങുന്നു. കർത്താവായ യേശുക്രിസ്തു എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ഊതിയില്ല. 12 അപ്പോസ്തലന്മാർ ഹല്ലേലൂയ അവിടെ കൂടി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഊതുകയാണ്. കാരണം അവർ ഉണങ്ങിപ്പോകുകയില്ല. ഹല്ലേലൂയ. അക്സെപ്റ്റൻസ് ഇല്ലാത്ത ഹൃദയം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ജീവന്റെ ശ്വാസം ഊതുമ്പോൾ അവർ ഉണങ്ങിപ്പോകുകയാണ്. ഹല്ലേലൂയ. വനാന്തരത്തിൽ ഹല്ലേലൂയ
മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്തേക്ക് കൊണ്ടുപോയി വ്യക്തമായി സംസാരിക്കുവാനായി കഴിയാത്ത ഒരവസ്ഥയിൽ അവരുടെ ഹൃദയം ആയിത്തീരുകയാണ്. യാതൊരുത്തൻ ഹാലലിയ തന്റെ ഹൃദയത്തെ ഒരുക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, അവരെ ഹാലലിയ മരുഭൂമിയിൽ അവൻ കൊണ്ടുപോയി അവരോട് ഹാലലിയ വ്യക്തമായി സംസാരിക്കുകയാണ്, ഇടപെടുകയാണ്, ജീവിത സാഹചര്യങ്ങൾ നിമിത്തം സംസാരിക്കുകയാണ്, രോഗശയ്യയിൽ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഓരോന്നും കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ഹാലലിയ ഒരു അനുഭവമാണ്. അതിൽ അവൻ നിലനിൽക്കുന്നവനായി, അതിനെ ജയിച്ചവനായി അവൻ മാറിത്തീരുന്നതിന്റെ കാരണം അവന്റെ ഹൃദയം ഹാലേലൂയ ഒരു നല്ല നിലമായി അവൻ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടാണ്. ഹാലേലൂയ. യിരെമ്യായുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 28-ാം വചനം അവസാനമായി വായിക്കുന്നു. 28ഉം 29ഉം. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടുകൂടി പ്രസ്താവിക്കട്ടെ. വൈക്കോലും ഗോതമ്പും തന്നിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അപ്പോൾ പ്രവചനത്തെയും ദൈവിക വചനത്തെയും ഇവിടെ ഹല്ലേലൂയ യഹോവയായ ദൈവം ഉപമിക്കുകയാണ്. പ്രവചനവും ദൈവിക വചനവും, ദൈവത്തിന്റെ വചനവും. പ്രവചനത്തിനെ വൈക്കോലെന്നും വചനത്തെ ഗോതമ്പെന്നും ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടുകൂടി പ്രസ്താവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ വചനം വിശ്വസ്തയോടുകൂടി പ്രസ്താവിക്കട്ടെ, കാരണം വചനം ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസ്തയോടുകൂടി പ്രസ്താവിക്കുമ്പോൾ തിരുവചനം ഹല്ലേലൂയ എന്തു ചെയ്യുന്നു? ഹല്ലേലൂയ അത് തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. അപ്പോൾ എത്ര പാറ പോലെ ഇരിക്കുന്ന ഹൃദയവും അവൻ അക്സെപ്റ്റൻസിലേക്ക്, വചനത്തെ കേട്ട് അതിനെ സ്വീകരിക്കുന്ന വിധത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പാറയെ തകർത്ത് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വേർ അവൻ ഉണ്ടാകുകയാണ്. അതാണ് വിശ്വാസമാകുന്ന ഒരു വേര്. ഹല്ലേലൂയ. വിശ്വാസമാകുന്ന വേര് ഹല്ലേലൂയ അവനിൽ ഉണ്ടാകുമ്പോൾ പാറ പോലെയാകുന്ന അവന്റെ ഹൃദയം തകരുകയാണ്. തകർന്ന് ആ വേര് പാറയ്ക്ക് അടിയിലുള്ള വെള്ളത്തിനെ ഹല്ലേലൂയ തേടി അത് സഞ്ചരിച്ച് ഹല്ലേലൂയ അത് യാത്ര ചെയ്ത് ആ വെള്ളത്തിനെ കണ്ടെത്തുകയാണ്. അങ്ങനെ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ തിരുവചനം ഗോതമ്പെന്നും ഹല്ലേലൂയ പ്രവചനം ഹല്ലേലൂയ അത് വൈക്കോലെന്നുമാണ് ഇവിടെ ഉപമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വചനം എത്ര ശ്രേഷ്ഠതയുള്ളതാണ്, വചനത്തെ നാം എത്ര സ്വീകരിക്കേണ്ടതാണ്, വചനപ്രകാരം ഹല്ലേലൂയ നാം എത്ര ഹല്ലേലൂയ ജീവിതത്തിൽ നാം മാറ്റങ്ങൾ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തെ നാം നല്ല നിലമായി ഒരുക്കി കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവചനം ഹല്ലേലൂയ നല്ല നിലത്തിൽ എന്തൊക്കെ ഉളവാകുമോ അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉളവായി തീരുവാൻ കാരണമായി തീരും. ഈ വചനങ്ങൾ മുഖാന്തരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നല്ല ദൈവിക ദൂതനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹൃദയ പലകകളിൽ ഹൃദയമാകുന്ന ആ നല്ല സ്ഥലത്ത് മണ്ണിൽ, ഇളകിയ മണ്ണിൽ ഈ ദിവസങ്ങളിൽ വചനം ക്രിയ ചെയ്യുവാൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് പകരപ്പെടുന്ന ദൈവിക വചനം നമ്മൾ ഏറ്റെടുക്കുവാൻ, ഈ ദിവസങ്ങളിലും 100 അതിലധികമായ ഫലം കായ്ക്കുവാൻ കർത്താവ് നമ്മളെ ഇടയാക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. നമ്മളെ ഏൽപ്പിച്ച പോലെ തന്നെ അത് വളർന്ന് അനേകർക്ക് അത് ഒരു വിത്തായി മാറുവാൻ, അനേകർക്ക് ഭക്ഷണമായി മാറുവാൻ കർത്താവ് ഇടയാക്കുവാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുമിച്ച് കർത്താവ് നന്ദി പറയാം. ആ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾക്ക് ആവശ്യം നിന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കാം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ഉള്ളത്തിൽ കൈകൊണ്ടാൽ. ദൈവവചനം ജീവനും ശക്തിയുമാകാൻ ആത്മരക്ഷയും വേണ്ടനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീലവൻ വാഴും
മരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം മാർഗമാം, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാം. അന്ധനു കാഴ്ച നൽകുവാൻ വചനം മാർഗമാം, സത്യത്തിൽ അത് കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാം. ഒഴിയാൻ നിത്യനാശം, കാലിനൊരു പ്രകാശം. ഒഴിയാൻ നിത്യനാശം, കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവൃത്തിക്ക് ശക്തന്മാർ ആകുന്നു നാം. സത്യദൈവത്തിൻ ഭക്തന്മാർ വചനം കാക്കയാൽ സൽപ്രവൃത്തിക്ക് ശക്തന്മാർ ആകുന്നു. ദൈവമുഖപ്രസാദം നിത്യമവകാശം. ദൈവമുഖപ്രസാദം നിത്യമവർക്ക് ആദം. കേൾക്കുക നാം, കാണുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകങ്ങൾ അവസാനിക്കും, മാനവും ഇല്ലാതാകും. ദൈവവാക്കു പ്രമാണിക്കും ഭക്തനും നിത്യനാം. ലോകങ്ങൾ അവസാനിക്കും, മാനവും ഇല്ലാതാം. ദൈവവാക്കു പ്രമാണിക്കും ഭക്തനും നിത്യനാം. വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. വാട്ടം മാലിന്യം നാശം ഇല്ലാത്തൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക, കേൾക്കുക, കാക്കുക ആ ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കണം, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്ന് കേൾക്കണം, തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. ആ കർത്താവിനെ സ്നേഹിക്കുന്നവർ ആ വചനത്തെ സ്നേഹിക്കും. ആ വചനത്തെ സ്നേഹിക്കുന്നവർ അത് പ്രമാണിക്കും. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ദാവീദ് പറഞ്ഞു ആ പാദപീഠത്തിൽ തങ്ങിയിരിക്കുന്നതാണ്. ദാവീദ് പറഞ്ഞു അതെ, വീഞ്ഞും ധാന്യവും വർദ്ധിച്ചേറിയ സന്തോഷം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. ഇന്ന് ആ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തെ കേൾക്കുന്നുവെങ്കിൽ, ആ വചനം മാനിക്കുന്നുവെങ്കിൽ, വിശ്വാസം മാനിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷത്തെ പകരുകയാണ്. ഇന്ന് കർത്താവിന് ആ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ആമേൻ കർത്താവ് നന്മയ്ക്കും അനുഗ്രഹത്തിനുമാണെങ്കിൽ ഇത് നമുക്ക് വിശ്വാസപരമായ കർത്താവി ആ വചനം എനിക്ക് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടെയുള്ള ആ വാസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരുമിച്ച് ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുക്കാം. ആമേൻ. സ്തോത്രം. പരിശുദ്ധി ആത്മാവിനായി ഈ ദിവസം ആ കാറ്റ്, ആ മഴ നമ്മുടെ മേൽ ദൈവം അയക്കുവാനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരുമിച്ച് കർത്താവിന് ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കാം. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം. എന്താനന്ദം, എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം.
സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്ത് സന്തോഷമാം പുതുജീവിതം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കൽച്ചുവടിയിലത്രേ. തന്നീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നീനും മുട്ടില്ലാതെ വണ്ണം. ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ കൽച്ചുവടിയിലത്രേ. തന്നീടുന്നേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നീനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയുടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം. എന്താനന്ദം എന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. മനോഹരം എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. വെറുത്താലും ആരു ചെറുത്താലും കാര്യം ഇല്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തു. ആരു വെറുത്താലും ആരു ചെറുത്താലും കാര്യം ഇല്ലെന്നുള്ള ചൊല്ലുന്നു. കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തു. കൂട്ടത്തോടെ വിട്ടുപോയിട്ടാലും കൂട്ടായി യേശു എനിക്കുള്ളതാണ്. യേശു ഉണ്ടെങ്കിൽ യേശുവിൻ കൂടെയുള്ള വാസം. എന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാറിൽ. ആരു സഹായിക്കും ആരു സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിന്റെ മാറിൽ. എത്തും സഹായം അത്ഭുതമാം വിധം തൊട്ടും സുഖപ്പെടുത്തും. എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. ചിന്താതീതം അത് മനോഹരം എന്തു സന്തോഷമാം പുതുജീവിതം. സന്താപമേറുന്ന ലോകത്തിനാണെങ്കിലും സാന്ത്വനം തരും ശുഭം. ആ വചനമാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത്. പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. അതാണ് എന്റെ പ്രത്യാശ. അത് മനോഹരം എന്ത് സന്തോഷമാം പുതുജീവിതം. ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനായി എന്തായി തീരുന്നതെന്തിനാ? ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിടുമോ? സുസ്ഥിരമല്ലാത്ത ഈ ലോക സ്നേഹത്തിനായി എന്തിനു ഓടുന്നു? കർത്തനാമേശു കൊടുത്തു നടക്കുകിൽ നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം എനിക്കെന്താനന്ദം ആദാചൂടാനാധിവാസം. ചിന്താതീതം അത് മനോഹരം എന്ത് സന്തോഷമാം പുതുജീവിതം. സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തീരും ശുഭം. ചിന്താതീതം അത് മനോഹരം എന്ത് സന്തോഷമാം
കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവീടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവീടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ ഔസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ ഔസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ സന്തോഷത്തോടെ സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ, രാജാക്കൾ സ്നേഹം ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമൻ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേൽ ദൈവമൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആരംഭിച്ചു പാടാം. ആനന്ദമാണ് ജീവിതം സൗഭാഗ്യ ജീവിതം, നിരാശ മാറട്ടെ. കർത്താവിൻ കുഞ്ഞുങ്ങൾ ശക്തി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടെ. ഓ നഷ്ടങ്ങൾ എന്ത് നഷ്ടവും വരട്ടെ, ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി, കൂടെ ആരാ ഉള്ളത്? ഓ അത് വരും, അത് വരും. കൂട്ടാളി ആരാണ്? ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനം രാജാവൻ കൂടാളി. ആരാണ് എന്റെ കൂട്ടാളി? ഉത്തമ സ്നേഹിതൻ, നിത്യനം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ. ഒരുമിച്ച് പാടാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, നിരാശകൾ മാറട്ടെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീയ നായകൻ കൂട്ടാളിയാണ്. ഇതാണ് സദ്വാർത്ത, ദൈവം കൈവിടത്തില്ല. ക്രിസ്തീയ നായകൻ കൂട്ടാളിയാണ്. കാഹള ശബ്ദങ്ങൾ കെട്ടിടാൻ നേരമായി, കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശേഷങ്ങൾ കെട്ടിടാൻ നേരമായി, കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറായി. എന്തിനീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എന്നു നീ കന്നിടും, എത്ര നാൾ ഞാൻ പാർക്കണം പ്രിയനെ. Come Lord Jesus, come. ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, സൗഭാഗ്യമാണ്. ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീയ നായകൻ കൂട്ടാളി. കൂട്ടാളി ആരാണ്? നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തീയ നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ
കേൾപ്പിക്കപ്പെട്ട നല്ല ദൂതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എന്നാൽ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ശേഷമായിരിക്കുന്ന തിരുവചന ചിന്തകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ നഞ്ചൻ പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ടല്ലോ. പ്രിയ കർത്തദാസന് നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കാമെങ്കിൽ അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ രാജാവേ, ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രി നടന്നു വരുന്ന ഈ മീറ്റിംഗ് കർത്താവെ സ്വർഗം അനുവദിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലവും ഞങ്ങളോട് കർത്താവ് സംസാരിച്ച ദൈവം ഇന്ന് രാത്രി ഞങ്ങളുടെ അഭിഷക്തനും കൂടെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടതായ ദൂത് സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ ദാസൻ മുഖാന്തരം അറിയിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളം പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുവാൻ, പരിശുദ്ധ പിതാവിനെ, പരിശുദ്ധ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. ഞങ്ങൾ കർത്താവെ വചനം കേട്ട് പുറപ്പെടുത്തിട്ട് സമാധാന സന്തോഷത്തോടുകൂടെ കർത്താവെ ഞങ്ങളുടെ നാമത്തിന് വേണ്ടി വിശ്രമിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ സൂമിലുള്ള എല്ലാ അഭിഷക്തന്മാരെ, ദാസിമാരെ ആമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരുനാമത്തിന് ഒരുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിതാവ്. കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ എല്ലാവരും സുഖവും ശുഭവുമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പല സ്ഥലത്താണെങ്കിലും ഒരുമിച്ച് ആ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ആ ജീവിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പല ഇടങ്ങളിൽ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഈ കൂടിവരവുകൾ ഒരിക്കലും അത് വ്യർത്ഥമായി തീരത്തില്ല. ഒരു ദിവസം ആ കർത്താവിൻ്റെ അങ്കണത്തിലായിരിക്കുന്നത് 1000 ദിവസം ദുഷ്ടൻ്റെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാളും അഭികാമ്യമാണെന്ന് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഇന്ന് അതൊരു ഭാഗ്യമാണ്. ഒരുപക്ഷെ പലതും നമ്മളെ ഈ ഒരു സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്നും നമ്മളെ മാറ്റുവാൻ ശ്രമിച്ചേക്കാം. പക്ഷേ അത് തന്നെ ഒരു വിധത്തിൽ കാണിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദൈവസന്നിധിയിൽ ഒരുമിച്ചുള്ള കൂടിവരവുകൾ അത് ദൈവ പ്രവൃത്തിക്കുള്ളതാണ്. ആത്മീയമായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കൂടിവരവുകൾ സമയങ്ങൾ അടുക്കും തോറും, കാലങ്ങൾ അതിൻ്റെ അവസാനങ്ങളിലേക്ക് കടക്കും തോറും ദൈവസഭകളുടെ കൂടിവരവുകൾ കുറഞ്ഞു പോകുവാനല്ല, അത് വർദ്ധിച്ചു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശേഷമായിരിക്കും സമയം തിരുവചന ചിന്തകൾക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് കുറിവാക്യമായിട്ട് വായിക്കാം. പ്രധാനമായും ആ ഒരു 5-ാം അധ്യായത്തിൽ നിന്ന് കിട്ടിയ ചില ദൈവിക ചിന്തകൾ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അത് കടന്നുവന്ന് എല്ലാവർക്കും അതൊരനുഗ്രഹമായി മാറട്ടെ എന്ന് വാസ്തവമായി ആഗ്രഹിക്കുന്നു. നമ്മൾ കടന്നു വന്ന ഒരിക്കലും വ്യർത്ഥമായി തീരത്തില്ല. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് ആ തിരുവചന ഭാഗം നമുക്ക് വായിക്കാം. നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു വാക്യത്തിൽ നിന്നാണ്, ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൻ്റെ എനിക്ക് തോന്നുന്ന 13-ാം അധ്യായം തുടങ്ങി പ്രാർത്ഥനയെപ്പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. ദീനമായി കിടക്കുന്നവനുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനല്ല പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറെ കണ്ടു, കുഴപ്പമില്ല, പക്ഷേ പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. പലരും അസുഖം വന്നിട്ടാണ്, അവസ്ഥയ്ക്ക് മാറ്റമില്ലാതെ വരുമ്പോഴാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ ആദ്യം ഒരു പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രാർത്ഥനയെപ്പറ്റി വളരെ ശക്തമായിട്ട് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അപ്പോസ്തലനായ യാക്കോബ് ലേഖനത്തിൽ എഴുതുമ്പോൾ വീണ്ടും പറയുന്നു, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന അതെ ദീനക്കാരനെ രക്ഷിക്കും. വീണ്ടും പറയുന്നു,
രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ വീണ്ടും ഒരുവന് വേണ്ടി പ്രാർത്ഥന. അവിടെ ഒരു ഇൻ്റർസെഷൻ പ്രേയറിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ നീതിമാൻ്റെ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി പറയുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും ഉൾക്കാഴ്ചകളിൽ നിന്നും സംസാരിക്കുവാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ടോ എന്ന് എൻ്റെ ഉള്ളിൽ പോലും ചിന്ത കടന്നു വന്നിട്ടുണ്ട്. ദൈവം ഒരുപക്ഷെ ചില പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നുണ്ടോ, അതിനൊരു ഉത്തരം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന അവസരങ്ങൾ വന്നേക്കാം. പക്ഷേ ഇങ്ങനൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഒരു കാര്യം ദൈവത്തിന് ആത്മാവിനിൽ എനിക്ക് തന്നൊരു ബോധ്യം, പ്രാർത്ഥന പോലെ ശക്തിയുള്ള ഒരു കാര്യം ഈ ലോകത്തിലില്ല. സ്തോത്രം. അത് കേവലം ചില മിനിറ്റുകൾ കൊണ്ടോ ഒരു 1-2 മണിക്കൂർ കൊണ്ടോ പറഞ്ഞ് തീർക്കുവാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവവചനത്തിൽ നിന്നും. അവിടെ ദൈവ പ്രാർത്ഥനയുടെ ശക്തി ഒരു ദൈവ പൈതലിന് അറിയത്തില്ല, അതിന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ മനസ്സിലാകുന്ന ചിലരുണ്ട്. അത് ഒന്ന് ദൈവമാണ്, മറ്റൊന്ന് പൈശാചിക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പൈശാചിക മണ്ഡലം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതത്തെ എപ്പോഴും തടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ക്ഷീണമിടും, ശാരീരികമായി മാനസികമായി പിരിമുറുക്കങ്ങൾ കൊണ്ടുവരും, പല വിധത്തിലുള്ള ബിസിനസ് ജീവിതത്തിൽ കൊണ്ടുവരും, കൂട്ടായ്മകൾ കടന്നു വരുവാൻ സമ്മതിക്കത്തില്ല, മനസ്സിനെ ഒരുപക്ഷെ കഠിനമാക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ നമ്മുടെ ജീവിതം. ബിസിയും നമ്മൾക്കറിയാം, ബി അണ്ടർ സൈറ്റൻസ് യോക്ക്. അപ്പോൾ ഇന്ന് ബിസി ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് മനുഷ്യനെ പൈശാചികങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ സമയം കൊടുക്കുവാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല. അത് വചനം പറയുന്നവരും വചനം കേൾക്കുന്നവരും എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ദൈവദാസൻ കഴിഞ്ഞ നാളുകൾ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു, വചനം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ വചനം പറയാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ബൈബിളിൽ പഠിക്കും, ബൈബിളിലെ പല കാര്യങ്ങൾ അതിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ വചന ധ്യാനമില്ലെങ്കിൽ പലപ്പോഴും ആത്മീയ ജീവിതം ശുഷ്കിച്ചു പോകുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ വരാം. അപ്പോൾ ഈ ദിവസങ്ങളിലും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, നമ്മൾ കേട്ടപോലെ ആ വചനം ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ, അത് ആഴങ്ങളിൽ വേരൂന്നുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ പവർഫുള്ളാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു ദി എഫക്റ്റീവ് ഫെർവന്റ് പ്രേയർ ഓഫ് എ റൈറ്റിയസ് മാൻ അവൈലത്ത് മച്ച്. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രാർത്ഥന ദൈവസഭകളിൽ, വ്യക്തി ജീവിതങ്ങളിൽ കടന്നു വരുന്നുവെങ്കിൽ ജീവിതത്തിൻ്റെ അനേക തലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുവാൻ, പൈശാചിക മണ്ഡലങ്ങളുടെ കോട്ടകൾ തകരുവാൻ ഇന്ന് കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ഏലിയാവിനെ പറ്റിയാണ് ഇവിടെ പല രീതിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട്, ഇത്രയധികം പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, ഒന്നും നടക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ശത്രുവായവൻ പലപ്പോഴും പലരിലൂടെ പല ചിന്തകൾ കൊണ്ടുവന്നേക്കാം. അത് പിന്മാറ്റത്തിലേക്ക് പോകുവാനുള്ളൊരു ഒരു വഴിമരുന്ന് ഒരുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തിനാ? പല കാര്യങ്ങൾ ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് കാരണങ്ങൾ. നമ്മൾ ഒരാളോട് കാര്യം ചോദിക്കുമ്പോൾ അത് ചോദിച്ചാലേ നമുക്ക് യഥാർത്ഥത്തിൽ അവർക്കൊരു ആവശ്യബോധമുള്ളതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിക്ക് ആവശ്യബോധമില്ലെങ്കിൽ കൊടുക്കേണ്ട വ്യക്തിക്ക് ധാർമ്മികമായ യാതൊരു ഉത്തരവാദിത്വവുമില്ല. അതുകൊണ്ട് തന്നെ ചുമ്മാ അവൻ ചോദിക്കുവാനല്ല, യഥാർത്ഥത്തിൽ ചോദിക്കുവാൻ ഒരു ആഗ്രഹത്തോടെ, തീക്ഷ്ണതയോടെ, ശ്രദ്ധയോടെ, ആ ഒരു വാക്കാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവകൃപ അനുവദിക്കുന്നുവെങ്കിൽ
ദൈവത്തിൻ്റെ ആത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആവശ്യമായിരിക്കുന്ന ദൈവിക ദൂത് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇത് പ്രാപിച്ചിട്ട് മടങ്ങിപ്പോകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, കരയുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറയുകയാണ്, കരയുന്ന കാക്കക്കുഞ്ഞിനും ദൈവം അതാത് കൊടുക്കുന്നു. അപ്പോൾ കാക്കക്കുഞ്ഞ് കരയും, അതൊരു പ്രാർത്ഥനയാണ്. എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളും ആടുമാടുകളും മൃഗങ്ങളുമൊക്കെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ തിരുവചനം പറയുകയാണ്, കരയുന്ന കാക്കക്കുഞ്ഞിൻ്റെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അപ്പ എന്ന് വിളിക്കുന്ന സ്വർഗത്തിലെ പിതാവ് കേൾക്കാതിരിക്കുമോ? ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പ്രാർത്ഥനയിൽ ഒരുവൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം, ഹീ ഈസ് ആസ്കിങ് ഫോർ എ പാർട്ട്ണർഷിപ്പ് ഫ്രം ഹെവൻ. എനിക്ക് സ്വയം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഞാനത് പലപ്പോഴും ചെറിയ കാര്യമായിരിക്കാം, വലിയ കാര്യമായിരിക്കാം. ദൈവത്തിന് ആശ്രയിക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യത്യാസം അനുഭവിച്ചിട്ടുണ്ട്. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം, അതിന് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ മനസ്സിലാകും പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടോ എന്നുള്ളത്. ഒരിക്കൽ ഞാനൊരു സിഖുകാരനായ ഒരു സ്നേഹിത, ഞങ്ങളൊരു കൊളീഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നിച്ച് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം എപ്പോഴും എന്ത് കാര്യം ചെയ്യാൻ പോയാലും അദ്ദേഹം മുകളിലോട്ട് നോക്കിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഞാനൊരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നേ അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് കാര്യം ചെയ്താലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാനത് പ്രാർത്ഥിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ആരോടാ പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എന്താണെങ്കിലും അതിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇന്ന് വിശ്വാസ സമൂഹത്തിൽ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കാനല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളും ദൈവത്തിന് നമുക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഇഷ്ടമില്ലാത്തതും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് നമ്മുടെ പ്രാർത്ഥനയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അവിടെ രാജാവായാണ് അത് ചെയ്യുവാൻ, നമ്മുടെ കൂടെ ചെയ്യുവാനായിട്ട് നമ്മളൊരു പെർമിഷൻ കൊടുക്കുകയാണ്. പക്ഷേ ചിലപ്പോഴും നമ്മൾ ചിന്തിച്ചേക്കാം, ദൈവം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങളായി മാസങ്ങളായി നടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഈ ദിവസങ്ങളിൽ മറുപടികളില്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് കടന്നു വരാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമയമാകുമ്പോൾ അത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് ചിന്തിച്ചാലും ദൈവത്തിൻ്റെ ഒരുപക്ഷെ സൈലൻസ് ഈസ് നോട്ട് എ നോ. അതെ, ദൈവത്തിൻ്റെ ഡിലേസ് അത് ഡിനയൽ അല്ല എന്ന് ദേവദാസൻ പറഞ്ഞായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അതിന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കാൻ തയ്യാറാക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ, ചെറിയ വിഷയമാണെങ്കിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അത് ഏത് വിഷയമാകട്ടെ, അടുക്കളയിലെ വിഷയമായിരിക്കാം, കുടുംബത്തിനകത്തുള്ള വിഷയമായിരിക്കാം, ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും, അതിനകത്ത് യാതൊരു ലിമിറ്റ്സുമില്ല. എവറി ഏരിയാസ് ഓഫ് യുവർ ലൈഫ് സബ്മിറ്റ് ടു ഗോഡ്. അതിന് സീക്രട്ടായിട്ട് ആരോടും പറയാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ആ വിഷയവും ഇന്ന് നമുക്ക് എന്തും കർത്താവിനോട് പറയാം. യു ക്യാൻ സ്പീക്ക് എനിത്തിങ് ടു ഗോഡ്. നമുക്ക് പലരോടും പലതും പറയാൻ കഴിയത്തില്ല. പക്ഷെ ദർ ഇസ് എ പേഴ്സൺ ഹൂം യു ക്യാൻ സ്പീക്ക്. എന്തും ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു നല്ല അപ്പനെയാണ് കർത്താവായ യേശു ക്രിസ്തു പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ പലപ്പോഴും ഉത്തരങ്ങൾ ലഭിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കാം. അത് കർത്താവായ യേശു ക്രിസ്തു
പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ കർത്താവായ യേശു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ നമ്മളെ പൂർണ്ണമായിട്ടും എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും നമുക്ക് ആ അവബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു ജൽപ്പനങ്ങളായി നമ്മുടെ പ്രാർത്ഥനകൾ മാറുകയാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മൾ പ്രാർത്ഥനയുമായി എങ്ങനെ പ്രാർത്ഥിക്കുന്നുള്ളതിനെപ്പറ്റി അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചാൽ ഞാൻ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നത് കൊണ്ടും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ കാര്യത്തെ ഞാൻ പിതാവിനോട് അറിയിച്ചാൽ എൻ്റെ സ്വർഗത്തിലെ പിതാവ് അത് നൽകും. സ്തോത്രം. അന്ന് പൂർണ്ണമായ വിശ്വാസം കർത്താവ് യേശുക്രിസ്തുവിൽ വേണം. ഇന്ന് അനവധി ക്രിസ്ത്യാനികളുണ്ട്, അവർക്ക് യേശുവിൽ മാത്രമല്ല അനേക മറ്റ് ഇടനിലക്കാരിലും വിശ്വാസമുണ്ട്. പക്ഷേ പിതാവിൻ്റെ സന്നിധിയിൽ പറഞ്ഞാൽ കാര്യം നടത്താൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. സ്തോത്രം. നേർച്ചക്കാഴ്ചകൾക്കൊന്നും ഈ ദിവസങ്ങളിൽ കാര്യസാധ്യതയെ അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 14 ഫിലിപ്പോസ് പറയുന്നുണ്ട്, എന്നെ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുവാൻ യേശുവിൻ്റെ അടുക്കൽ പറയുമ്പോൾ യേശു ക്രിസ്തു അല്പം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 8-ാം വാക്യത്തിൽ 14:8 യേശു പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു വ്യക്തമായി തിരിച്ചറിയുക എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ വിശ്വസിക്കണം, പിതാവും യേശുവും ഒന്നായി ഇരിക്കുമ്പോൾ ആ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന ഒരുപക്ഷെ ഇന്ന് കേൾക്കുന്ന ചില പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഹൃദയം തകർന്ന അനുഭവങ്ങളിൽ, ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങളിൽ പലപ്പോഴും നമ്മുടെ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാനസികമായ തലങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ, നമ്മുടെ നിയന്ത്രണങ്ങൾ വിട്ടുമാറുമ്പോൾ, ആ പാദപീഠത്തിൽ പോയി നിൽക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു ശക്തിയുണ്ട്, അവിടെ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അത് ഏത് മതത്തിൽ പോയാലും കിട്ടത്തില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്നവന് ഹല്ലേലൂയ. പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ വിടുതലില്ലെങ്കിലും അത് നടന്നില്ലെങ്കിലും ആ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ദൈവകൃപയും ദൈവിക സമാധാനവും സന്തോഷവും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ, നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവിക ഉത്തരം വരുന്ന സമയം വരേക്കും എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തുവാൻ കഴിയുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ആ സമയ കാലയളവുകൾക്ക് വരേക്കും കാത്തിരിക്കുവാൻ, ആ കാലയളവ് വരേക്കും ശത്രുവിൻ്റെ കെണികളും ശത്രു ഒരുക്കുന്ന പദ്ധതികളും ഹല്ലേലൂയ ഈ ദിവസങ്ങൾ അവൻ ഒരുക്കുന്ന വഴികളും തന്ത്രങ്ങളെയും തകർക്കുവാൻ, അല്ലെങ്കിൽ അതുവരേക്കും നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു പോലും പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ മാനസികമായി ശാരീരികമായിട്ടൊക്കെ തളരുമ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ദൈവശക്തിയുണ്ട്. ആമേൻ. പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ചിലരുമായുള്ള ഇടപാടുകളിൽ അവരുമായി എങ്ങനെ കാര്യങ്ങൾ നടത്താം, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നെ കൊണ്ടത് ചെയ്യത്തില്ല എന്ന് ആമേൻ പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അതിനെ മറികടക്കുവാനുള്ള ദൈവിക ആലോചനയും കൃപയും ദൈവം തരുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അതെ, നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ കർത്താവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ യേശുക്രിസ്തു പോലും അതെ, ഈ ഫിലിപ്പോസ് പറയുമ്പോൾ യേശുക്രിസ്തു ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. യേശു പറയാണ്, നീ എന്നെ എന്നിൽ വിശ്വസിക്കാത്തത്. ഫിലിപ്പോസ്, നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, നീ എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നീ എന്താ വിശ്വസിക്കാത്ത എന്നിൽ വിശ്വസിക്കുക, എന്നിലും എന്നെ അയച്ച പിതാവിലും വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിക്കുക. ചിന്തിച്ചു നോക്കിയാൽ
യേശുക്രിസ്തുവിനെ പോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. തെറ്റ് ചെയ്യാതിരിക്കുന്ന അനവധി കാര്യങ്ങൾ നമുക്ക് യേശുവിനെ പറ്റി പറഞ്ഞു തീർക്കാൻ കഴിയാത്ത കാര്യം ഇന്നുകൊണ്ട് പറയാൻ നമുക്കിപ്പോൾ ഈ സമയപരിധികൾക്കുള്ളിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ ആ യേശുവിനെ പറ്റി ആഴമായി ഒന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ, സ്തോത്രം, ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നെവർ ബോൺ ഇൻ ദിസ് ഹോൾ എർത്ത്. അതുകൊണ്ടാണ് യേശുവിനെ ദൈവമായി ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത്. ആ കർത്താവിൻ്റെ വായിൽ നിന്ന് വചനം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ നിവൃത്തീകരണങ്ങൾ വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു ആമേൻ പറഞ്ഞു ഒന്നും തെറ്റിപ്പോയിട്ടില്ല. അവൻ ചെയ്തതെല്ലാം അത്ഭുതമായിരുന്നു. യേശുവിൻ്റെ ജീവിതം അത്ഭുതമായിരുന്നു. മരിച്ചത് പറഞ്ഞ പ്രവചന ദൂതുകൾ അക്ഷരാർത്ഥത്തിൽ ഒരു അണുവിട തെറ്റാതെ ആമേൻ അത് നിവൃത്തീകരിക്കുന്ന ശക്തനായ ഒരു പ്രവാചകനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഹി വാസ് എ ഗ്രേറ്റ് അപ്പോസ്റ്റൽ, ഒരു അപ്പോസ്തലനായിരുന്നു. കൈകളാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഹല്ലേലൂയ. വീര്യപ്രവർത്തികളെ കർത്താവ് ചെയ്തു. ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത തലങ്ങളിൽ കർത്താവ് ജീവിച്ചു. കേവലം 3.5 വർഷം കൊണ്ട് ലോക ചരിത്രത്തെ AD-യും BC-യുമായി തിരിച്ചിട്ട് സ്വർഗാദി സ്വർഗത്തിലേക്ക് മരണത്തെ ജയിച്ച് ആമേൻ കാൽവരി ക്രൂശിനെ ജയിച്ച് അതേ സ്തോത്രം ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ ആകർഷണ ശക്തികളെ ഭേദിച്ച് സ്വർഗാദി സ്വർഗത്തോളം കയറിപ്പോയവൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്നും എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ ഇന്ന് തയ്യാറാണെങ്കിൽ, എൻ്റെ യേശു എനിക്ക് വേണ്ടി സദാ ജാഗരിക്കുന്ന ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ഇന്ന് അങ്ങനെയാണ് ആമേൻ ആമേൻ എന്ന് പറയുന്നൊരു കർത്താവുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഹല്ലേലൂയ. ചെയ്യുമെന്ന് വിശ്വസിക്കാത്തവർ തയ്യാറാണ്. യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. യേശു പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്നതിനും അതേ തൻ്റെ അപ്പോസ്തലന്മാരുടെ കർത്താവ് തൻ്റെ പ്രവൃത്തിയെ ചെയ്യുക. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലിയത് ചെയ്യുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്. അതിലേക്ക് ഞാൻ ഒരു ഉപദേശത്തിലേക്ക്, അത് തെറ്റായ ഉപദേശമല്ല. സ്തോത്രം. യേശു ക്രിസ്തു അതിലും വലുത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആമേൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പത്രോസിനെ നേരിലേറ്റപ്പോൾ രോഗി സൗഖ്യമാക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ ആമേൻ സ്നാനമേൽക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിൽ നടന്നിട്ടില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലേ നടക്കത്തുള്ളൂ. സ്തോത്രം. വേറെ ഏത് നാമം പറഞ്ഞാലും ഇത് നടക്കത്തില്ല. ഇത് കർത്താവിൻ്റെ നാമത്തിൽ ദൈവസഭകളിൽ നമ്മുടെ ഈ ആയിരിക്കുന്ന കൂടിവരവുകളിൽ കർത്താവിനോടുള്ള ആഴമേറിയ വിശ്വാസവും സ്നേഹവും ആ ആത്മീയ ബന്ധവും കൂട്ടുബന്ധവും നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾ ആഴമായി വർദ്ധിപ്പിക്കുവാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ അന്ധന് കാഴ്ച നൽകിയവൻ, സകല രോഗങ്ങളെ സൗഖ്യമാക്കിയവൻ, ഭൂതങ്ങളെ പുറത്താക്കിയവൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, അനേക വിധവമാരുടെ കണ്ണുനീരിനെ തുടച്ചവൻ. ആ കർത്താവ് ചെയ്ത പ്രവൃത്തി ഇന്നും ചെയ്യും. കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് സകല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. ഈ ദിവസങ്ങളിലും പിതാവിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുവാൻ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് പ്രെയർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ, വെറുതെ വ്യർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് ഒരു ചടങ്ങായി മാറുവാനല്ല, കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഉള്ളിൽ സഭയുടെ മധ്യേ സഭയിൽ അതേ നമ്മുടെ കൂട്ടുബന്ധങ്ങളിൽ തലമുറകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങളിൽ എഫക്റ്റീവ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയായി തീരുവാൻ, ഫെർവന്റ് പ്രയറായി തീരുവാൻ, അതിലൂടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. അവിടെ പറയുകയാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ നീതിയോടെ നിൽക്കുന്നില്ലെങ്കിൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കത്തില്ലെന്ന്. ദാനിയേലിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. 3 നേരം മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിക്കുന്ന ജെറൂസലേമിനെ നേരെ നോക്കി ഒരുപക്ഷെ കൈകൾ വിധിച്ചാണോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന ഒരിക്കലും മുടങ്ങിയിട്ടില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പല വിധത്തിൽ മുടങ്ങിപ്പോകും. പക്ഷേ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ സിംഹക്കുഴിയിൽ നിന്ന് ഇദ്ദേഹത്തെ വിടുവിക്കാനുള്ള കാരണം പ്രിവെൻഷൻ പ്രെയർ. ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കാനല്ല, ദിസ് ഈസ് എ പ്രിവെൻഷൻ. പല പ്രശ്നങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ മേൽ ജയമെടുക്കുവാൻ ഇന്നത്തെ പ്രാർത്ഥനകൾ സഹായിക്കും. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരുവനെ കൈവിടാൻ കർത്താവിന് കഴിയത്തില്ല. അപ്പോൾ ദാനിയേലിനെ പറ്റി നോക്കിയാൽ അനേകരെ നമ്മൾ കാണുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് അനേകരിൽ പല തെറ്റുകൾ കുറ്റങ്ങൾ കണ്ടേക്കാം. പക്ഷേ ചുരുക്കമായ ചിലരിൽ
നമുക്ക് ഒരു നീതിയുടെ ഒരു വ്യക്താവായി നിൽക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികളിൽ ഒന്നാണ് ദാനിയേൽ, മറ്റൊന്ന് യോസെഫ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു കുറ്റം പറയാൻ കഴിയത്തില്ല. എബ്രഹാം തുടങ്ങി അങ്ങോട്ട് നോക്കിയാൽ, ആദാം തുടങ്ങിയാൽ നമുക്ക് പലരും വിരൽ ചൂണ്ടുന്നവരെ നമുക്ക് കാണാൻ, നമുക്ക് പലർക്കും ഒരു വിരൽ ചൂണ്ടുവാൻ സാധിക്കും. പക്ഷെ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയ പുരുഷനാണ്. അതെ, ദാനിയേലിനെ പറ്റി ദൈവം തന്നെ ഒരു നല്ല സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ദേശത്തിന് വേണ്ടിയാണ്, ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്, ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഈ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ 21-ാം ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. അദ്ദേഹം 21 ദിവസം ഇന്നത്തെ പോലെ പ്രഖ്യാപിച്ചതൊന്നുമല്ല. 21 ദിവസമായപ്പോഴത്തേക്ക് എനിക്കൊന്ന് അന്ന് വിഷയത്തിൻ്റെ മേൽ വിടുതൽ ദൈവം അയച്ചു. അപ്പോൾ ഈ ദാനിയേലിൻ്റെ പ്രാർത്ഥന എപ്പോഴാണ് ദൈവം കേട്ടത്, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകൾ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതെ, പറയുക നീ ഏറ്റവും പ്രിയ എന്ന് പറഞ്ഞാൽ അവൻ നീതിയോടെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ദൈവം പറയാണ്, ദാനിയേലേ നീ വാ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ദാനിയേലിൻ്റെ വിഷയത്തിൻ്റെ മേൽ വിടുതലയക്കണം. പക്ഷേ ദിവസങ്ങൾ 21 കഴിഞ്ഞായിരിക്കും, അത് കൂടുതലായിരിക്കാം. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങി കഴിഞ്ഞു. സ്തോത്രം. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ നീതിയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ വിശുദ്ധിയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം വെറുതെ ഇരിക്കത്തില്ല. അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്. അത് സമയമാകുമ്പോൾ ഈ ദിവസങ്ങൾ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ജാതികളെന്ന് നമ്മൾ പറയുന്നവർ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അവർ പ്രത്യേകിച്ച് വിശുദ്ധി പ്രാപിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവർ നീതിയോടെ നിൽക്കണമെന്നുമില്ല. കരയുന്ന കാക്കക്കുഞ്ഞിനും ദൈവം കൊടുക്കും. അവരുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയും നമ്മളുടെ വ്യത്യാസം. അവരുടെ പ്രാർത്ഥന ഒരു യാചനയായി തീരുമ്പോൾ, അല്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു കാലഘട്ടത്തിൽ പുണ്യാളച്ചന്മാരോടും യേശുവിനോടുമൊക്കെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വരുന്നത് നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടി ഇരിക്കുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ മെയിൻ പരിപാടി നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ നമുക്ക് തരിക എന്നുള്ളതാണ് എന്നാണ് നമ്മൾ പലപ്പോഴും അവർ ചിന്തിക്കുന്നത്. കണ്ണാടി കൂടിനകത്തിരിക്കുക, മിണ്ടാതിരിക്കുക, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക, പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം ഇങ്ങോട്ട് തരും, വേണമെങ്കിൽ കുറച്ച് കാശ് തരാം, കുറച്ച് നേർച്ച തന്നേക്കാം, ആമേൻ, വേണമെങ്കിൽ പോലെ പുണ്യ സ്ഥലങ്ങളിലേക്ക് പോയേക്കാം, കാര്യങ്ങൾ ഞാൻ പറയുന്നതിലൊക്കെ നീ പറയുന്നതിലൊക്കെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, നീ എനിക്കിത് തരണം. അപ്പോൾ ഇതാണ് ഒരു കോൺട്രാക്റ്റാണ്. വേണമെങ്കിൽ ഞാൻ ചില പുണ്യ സ്ഥലങ്ങൾ പോയി സന്ദർശിച്ചേക്കാം, എൻ്റെ ഇന്നകാരൻ്റെ വിവാഹം നടക്കുവാനോ അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകാനോ. അപ്പോൾ പക്ഷേ ഈ ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ദൈവം ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും ഒരുപോലെ മഴ വയ്ക്കും. ദൈവത്തിൻ്റെ കരുണയാണത്. കാരണം നമ്മുടെ ബലഹീനത ദൈവം നന്നായി അറിയുന്നു, ദൈവം ജനത്തെ സ്നേഹിക്കുന്നു. പക്ഷേ ഒരു ദൈവ പൈതലായി തീരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയും ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധം ഒരിക്കലും ഒരു കൊടുക്കൽ വാങ്ങലല്ല, അതൊരു പിതാവും തൻ്റെ മകനുമായിട്ടുള്ള കൂട്ടുബന്ധം പോലെയാണ്. അതുകൊണ്ട് യേശു മകൻ അപ്പനോട് അതെ അപ്പൻ ചോദിച്ചാൽ, ദാറ്റ് മീൻസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് ലൈക്ക് എ പേരൻഹുഡ്. ഇളയ പുത്രൻ വീട് വിട്ടുപോയി പണം ദൂർത്തടിച്ച് സകലവിധ മ്ലേച്ഛതകളും ചെയ്ത് അവസാനം പന്നിക്കൂട്ടി പോയി വീണ് പന്നിക്ക് കൊടുക്കുന്ന വാള വരെ പോലും കഴിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ പന്നിയുടെ മണവുമായി വീട്ടിലേക്ക് മടങ്ങുന്നവനെ സ്തോത്രം ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് അവനെ ഉമ്മ വയ്ക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം അവനൊരു തീരുമാനമെടുത്തു, ഞാൻ ഈ പരിപാടി നിർത്തി, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഏറ്റുപറച്ചിൽ നടന്നു കഴിഞ്ഞപ്പോൾ, ഒരു നീതീകരണം നടന്നു കഴിഞ്ഞപ്പോൾ പിതാവ് തൻ്റെ പുത്രനെ മാറോട് ചേർത്ത് പിടിച്ച് വീണ്ടും ആ മകന് കൊടുക്കേണ്ടത് എല്ലാം പിതാവ് കൊടുത്തു. കാരണം സ്വർഗ ഭണ്ഡാരത്തിൽ എന്തെല്ലാം ദൂർത്തടിച്ചാലും ഇന്ന് ഒരു കുറവില്ലാതെ ഉണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ഭണ്ഡാരമാണ്.
സ്തോത്രം. ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പറയണം, എൻ്റെ സകല ആവശ്യങ്ങളും നടത്തുവാൻ സ്വർഗ ഭണ്ഡാരത്തിൽ ഒരു മുട്ടുമില്ല. സ്തോത്രം. അതുകൊണ്ട് പിതാവിന് എന്തെല്ലാം കൊണ്ടുപോയാലും പിതാവിന് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. പിതാവ് മകന് വേണ്ടുന്നത് വീണ്ടും മടക്കി കൊടുക്കണം. പക്ഷേ why was that happening? ആ പ്രാർത്ഥന കേട്ടത് വീണ്ടും സ്വീകരിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരു നീതീകരണത്തിലേക്ക് വന്നു. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് ഏത് സമയത്തും മടങ്ങി വരുന്ന ഒരു ദൈവവൈദ്യന്റെ പ്രാർത്ഥന കേട്ട് ഇറങ്ങി വരുന്നൊരു പിതാവ് നമുക്ക് വേണ്ടിയുണ്ട്. ആമേൻ. എവിടെയെങ്കിലും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലോ നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിലോ നമ്മുടെ വൈകാരികമായ തലങ്ങളിലോ നമ്മുടെ ഉദ്ദേശ്യങ്ങളിലോ നമ്മുടെ സംസാരത്തിലോ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഒരു അനീതിയുടെ പ്രവൃത്തി നമ്മൾ ഉണ്ടാകുന്ന സമയങ്ങൾ ഉണ്ടാകും. മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്, പലരും അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സംസാരങ്ങൾ പോലും നമ്മൾ യഥാർത്ഥത്തിൽ സൂക്ഷിച്ച് പഠിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ നീതിയോടെ നിൽക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ്, അത് പുതിയ നിയമ ഭക്തൻ എന്ന് പറയാൻ പോലും ആമേൻ കഴിയുന്ന ഒരു ദാവീദ് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും, അല്ലേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും, ദാറ്റ് മീൻസ് വാട്ട് ഐ സ്പീക്ക്. ആ മധുരവാക്കായിരിക്കും, പക്ഷെ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ആരും അറിയുന്നില്ല. ഞായറാഴ്ച പള്ളി പോകുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകൾ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലും ആമേൻ ആർക്കും അറിയത്തില്ല. അത് എങ്ങനെയുള്ള ചിന്തയാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ. അത് ദൈവം ആർക്കും വെളിപ്പെടുത്തും, അങ്ങനെ പ്രത്യേകം വെളിപ്പെടുത്തത്തില്ല. കാരണം ദൈവം നല്ലവനാണ്, ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാണ്, അത് നീതിയുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെയും വൈകാരിക തലങ്ങളെയും നമ്മുടെ ഉദ്ദേശങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും അത് ഈ ദിവസങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഒരു നീതിയുടെ മാർഗം പിന്തുടരുവാൻ ദൈവസന്നിധി those who are in Jesus Christ, അവൻ യേശു ക്രിസ്തുവിലായവന് അതെ എന്താണില്ലാത്തത്? സ്തോത്രം. അതെ അവന് ന്യായവിധി those who are in Christ Jesus, കർത്താവിലുള്ളവന് ശിക്ഷാവിധി ഇല്ല എന്ന് തിരുവചനം പറയുക. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീർന്നാൽ, അതെ അവിടെ നമ്മൾ അക്കാര്യം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങൾ സ്വർഗം ഉത്തരമായിരിക്കും. യേശു പറയുകയാണ്, അല്ലെങ്കിൽ യോഹന്നാൻ പറയുകയാണ്, പ്രാർത്ഥന കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി പലർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ചില സൂക്ഷ്മമായ കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ, ഞാൻ പറയുന്ന വചനത്തിലൂടെ ആർക്കെങ്കിലുമൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കിട്ടിയ ചില ഉൾക്കാഴ്ചകൾ ദൈവമക്കളോട് പങ്കിടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം അതൊരു വിടുതലായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈ ദിവസങ്ങൾ ഉത്തരം ലഭിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം വരികയാണ്. യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനകൾ കേൾക്കുന്ന നിമിത്തം എൻ്റെ സ്വർഗത്തിലെ പിതാവ് മഹത്വം എടുക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം അയക്കുവാൻ സദാ ജാഗരിക്കുന്നൊരു ദൈവമുണ്ട്, സദാ താല്പര്യപ്പെടുന്നൊരു പിതാവുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയാണെങ്കിൽ വിശ്വാസം പറയാം, എൻ്റെ ദൈവം എൻ്റെ ഈ ദിവസങ്ങളിൽ എൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവനല്ല, എൻ്റെ ആവശ്യത്തിൻ്റെ ഈ ദിവസങ്ങൾ പ്രവർത്തിക്കാൻ സദാ ബാധ്യസ്ഥനായിരിക്കുന്ന ഒരു പിതാവിനെ ആരാധിക്കുന്നത്. അപ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ 5:14 അവിടെ യേശു അവിടെ പറയുന്നൊരു വാക്യമുണ്ട്. ചില കാര്യം എല്ലാം ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല, എല്ലാം എനിക്കറിയത്തുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളതായി തീരുന്നുവെങ്കിൽ അത് നമ്മുടെ വിടുതലായി തീരും. അപ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പറയുകയാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ, എന്ത് തോന്നിയാസം അപേക്ഷിക്കാമെന്ന് ചിലർ പറയും. യേശു പറഞ്ഞു, ശ്രോത്രം എന്നെ നാമത് എന്ത് ചോദിച്ചാലും തരുമെന്ന്. അങ്ങനെ കഥാവ് പറഞ്ഞതിൻ്റെ പിന്നെ അത് ചില ഒരു വാക്യം മാത്രം എടുത്ത് പറയുന്നതുകൊണ്ട് അങ്ങനെ പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവിടെ യോഹന്നാൻ കുറച്ചുകൂടെ കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ഇഷ്ടപ്രകാരമല്ല അവൻ്റെ ഇഷ്ടപ്രകാരം. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, നമുക്കിഷ്ടമുള്ളതും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളുമുണ്ട്, ശരിയാ. പക്ഷെ നമ്മുടെ ഇഷ്ടവും ദൈവ ഇഷ്ടവും ഒന്നായി തീരുമ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്നത്. അതെ. അപ്പോൾ നമ്മുടെ ആ പ്രാർത്ഥന ദൈവം മറ്റേ കേൾക്കാതിരുന്നിട്ടില്ല,
പക്ഷേ ദൈവം കുറിച്ച് വെക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്. അതെന്താണെങ്കിലും വിശ്വാസം എന്ന് പറയണം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ചോദിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ലോകത്തിന് ആരെയും പ്രീതിപ്പെടുത്തുവാനല്ല, ആരെയും ഇഷ്ടപ്പെടുത്തുവാനല്ല. ഇന്ന് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനൊരു താല്പര്യമുണ്ടോ? അതെ, മുഖസ്തുതി പറഞ്ഞ് ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം കാണുന്നവനാണ് ദൈവം. അതുകൊണ്ട് ഒരു ആഗ്രഹമുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മുടെ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് വെറുതെ ആകാൻ സമ്മതിക്കത്തില്ല. ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിച്ച് 100 അല്ല 101% ദൈവം അതിൻ്റെ മേൽ പ്രവർത്തിക്കും. അപ്പോൾ അവിടെ പറയുന്നു അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്കുള്ള ധൈര്യമാണ്. അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന് ഇഷ്ടമാണ്. ഇന്ന് ഞാനും ഭയപ്പെടുന്നൊരു കാര്യമാണ്, കർത്താവേ ഞാൻ ഇന്ന് ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്രകാരമാണോ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ദാറ്റ്സ് മൈ ഗ്രേറ്റസ്റ്റ് ഫിയർ ഇൻ മൈ ലൈഫ് ഈ കാലഘട്ടങ്ങളിൽ. കാരണം ആകപ്പാട് ചെറിയ ആയുസ് കർത്താവ് തന്നിരിക്കുകയാണ്. നാളത്തെ ദിവസം നമുക്ക് ഉണ്ടോ എന്നറിയത്തില്ല. പക്ഷെ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ അവിടുത്തെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരാക്കി, ഇഷ്ടം ചെയ്യുന്നൊരു പൈതലാക്കി എന്നെയും മാറ്റണവേ. അങ്ങനെ ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സഭയുടെ വിഷയമായിരിക്കാം, കുടുംബത്തിൻ്റെ വിഷയമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, അത് ജോലിയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ ഏത് വിഷയമാകട്ടെ, സാമ്പത്തിക വിഷയങ്ങളായിരിക്കാം. അപ്പോൾ ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നടക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, 81:13 പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ അത് സംഗീതം വായിക്കുന്നില്ല. 81:13 പറയുകയാണ്, എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. ആയിരുന്നു എന്ന് പറയുന്നത് യഹോവയെ പകയ്ക്കുന്നവർ അവർക്ക് കീഴടങ്ങുമായിരുന്നു. എന്നാൽ അത് മാത്രമല്ല, അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ടും അവരെ പരിപോഷിപ്പിക്കുമായിരുന്നു, പാറുന്ന തേൻ കൊണ്ട് തൃപ്തി വരുത്തുമാരായിരുന്നു. എല്ലാം ആയിരുന്നു, എല്ലാം ആഗ്രഹിച്ച ദൈവം. പക്ഷെ മരുഭൂമിയിൽ നടന്ന ജനം ദൈവത്തിൻ്റെ വഴികളിലല്ല നടന്നത്. അതുകൊണ്ട് കൊടുക്കാൻ ആഗ്രഹിച്ചത് അവർക്ക് പ്രാപിക്കാൻ സാധിച്ചില്ല. ഇന്നും ആ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോകുന്നതെങ്കിൽ സമയങ്ങളും കാലങ്ങളും ഒക്കെ എടുത്തെന്നിരിക്കാം. 40 വർഷം എന്ന് പറഞ്ഞാൽ 40 വർഷത്തിനപ്പുറത്തും പോയേക്കാം. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, എത്തേണ്ട മണ്ഡലങ്ങൾ ദൈവം എത്തിക്കും. ചിലത് ശ്രേഷ്ഠമായ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ വിശ്വാസം പറയാൻ, കർത്താവേ അവിടുത്തെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി, അവിടുത്തെ ഇഷ്ടം മാത്രം എനിക്ക് മതി. എന്നെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഈ ദിവസങ്ങൾ സ്നേഹിക്കാൻ നമുക്കൊരാവേശം കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒറ്റ വാക്കി തീർക്കാൻ കഴിയുന്നതല്ല എന്നെനിക്കറിയാം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആ ദൈവേഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു മത്തായി സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, 7 of Matthew, ഹല്ലേലൂയ, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദവാക്യമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു വേദവാക്യമാണ്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, യാചിപ്പിൻ, മലയാളത്തിൽ യാചിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ കാണാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. പക്ഷെ ഇതിനെ പല രീതിയിൽ വിവേചിക്കുകയും അതിനെ വെളിപ്പെടുത്തുകയും ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ യാചിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പാസീവ്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് കർത്താവിനോട് പറയാം, നോ പ്രോബ്ലം. സ്തോത്രം, ഒരു പ്രശ്നമില്ല ദൈവത്തിന്. യു ക്യാൻ ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗോഡ്. എന്തും സംസാരിക്കാം. There's no secret before God. ദൈവത്തിന് മുമ്പിൽ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ദൈവം ആരോടും പോയി പറയത്തില്ലെന്ന്. ഹല്ലേലൂയ. അരമന രഹസ്യം, അങ്ങാടി പരസ്യം എന്ന് പറഞ്ഞാൽ ചിലരോട് പറഞ്ഞാൽ പിന്നെ മിക്കവാറും എല്ലാവരും സഭയിലുള്ള നാട്ടുകാർ പലരും പറഞ്ഞെന്നിരിക്കും. പക്ഷെ ദൈവത്തോടൊരു കാര്യം പറഞ്ഞാൽ ദൈവം അത് സൂക്ഷിക്കണമെന്ന് സൂക്ഷിച്ചോളൂ. അപ്പോൾ എന്തും നമുക്ക് അപ്പോൾ ആസ്ക് ഇൻ ഫെയ്ത്ത്, നമ്മൾ എന്തും കർത്താവിനോട് ചോദിക്കാം. പക്ഷേ അടുത്ത കാര്യമാണ് യാചിപ്പിൻ. ആസ്ക്, ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. ആസ്ക് ഇൻ ഫെയ്ത്ത്, എല്ലാം ചോദിക്കുന്നതൊക്കെ വിശ്വാസമായിരിക്കണം. സീക്ക് ഇൻ ഫെയ്ത്ത്. അപ്പോൾ ആസ്ക് ചെയ്യുന്നു, ആദ്യം ചോദിക്കുന്നു,
പിന്നെ സീക്ക് ചെയ്യണം. അതൊരു നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ചോദിക്കുന്ന കാര്യത്തിനകത്ത് വല്ല കഴമ്പുണ്ടോ കർത്താവേ? സ്തോത്രം. ഇത് ഞാൻ ചോദിച്ച് വർഷങ്ങളായിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല. ഇത് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണോ എന്നൊന്ന് ചോദിക്കാനുള്ള തയ്യാറാകുന്ന നല്ലതായിരിക്കും, അല്ലേ? സ്തോത്രം. അപ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളത് ചോദിച്ചാൽ മതിയല്ലോ. സ്തോത്രം. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് പ്രത്യാശ ഉണ്ടാകുകയും ചെയ്യും. അത് മാത്രമല്ല, അതെന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിനെ പറ്റിയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തരും ചോദിച്ചാൽ. സ്തോത്രം. അല്പം കഴിയുമ്പോൾ നമ്മൾ പറയും ചില കാര്യങ്ങൾ, കർത്താവ് എനിക്ക് തരാതിരുന്ന് നന്നായി, തന്നിരുന്നെങ്കിൽ എനിക്ക് ഇന്ന കാര്യം സംഭവിച്ച, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള കൂട്ടുബന്ധം എനിക്ക് അറ്റുപോയേനെ എന്നോ, അല്ലെങ്കിൽ സ്തോത്രം എന്ന് പറയുന്ന അനവധി ആൾക്കാരുണ്ട്. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ച ചില കാര്യം എനിക്ക് കിട്ടിയില്ല, അത് പിന്നീട് എനിക്ക് മനസ്സിലായി കിട്ടാതിരുന്ന് നന്നായി, കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വലിയ പ്രശ്നത്തിലായി പോയേനെ. ചിലതൊക്കെ കർത്താവ് തരാതിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സ്തോത്രം, അത് ദൈവഹിതമല്ലാത്തതുകൊണ്ട്. മറ്റൊരു കാര്യം പറയുകയാണ്, സീക്ക്. അപ്പോൾ നമ്മൾ ഏത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പറയുകയാണ് ആൻഡ് നോക്ക്. അത് നമ്മൾ വിശ്വാസത്തിൽ ചെയ്യുന്നതാണ്. അതെ. അപ്പോൾ അത് നമ്മൾ ചോദിക്കുന്നത് നിർത്തരുതെന്ന് അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. മടുത്തു പോകാതെ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പലപ്പോഴും നമുക്ക് അതിനകത്ത് തീക്ഷ്ണതയില്ലെങ്കിൽ ദൈവത്തിനകത്ത് ഉത്തരവാദിത്വം വരേണ്ട ആവശ്യമില്ല. തരുവോ ഇല്ലോ എന്നുള്ള വേറൊരു വിഷയമാണ്. പക്ഷെ നമുക്കില്ലാത്തൊരു തീക്ഷ്ണത ദൈവത്തിനുണ്ടാകണമെന്ന് നിർബന്ധമോ യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ ചോദിക്കുന്നവർക്കൊരു തീക്ഷ്ണത ഇല്ലെങ്കിൽ, അതുകൊണ്ടാണ് വിത്ത് എ പാഷനേറ്റ്, വിത്ത് എ ഡിസയർ, ഒരു എരിവോടെ ഒരു തീ കത്തുന്നത് പോലെ ഒരു ദൈവിക ആഗ്രഹം ഉള്ളിൽ കത്തുന്നുണ്ടെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന ആ ദൈവിക ദർശനം മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ, അത് കെട്ടുപോകാതെ സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, ചില വർഷങ്ങൾ എടുത്തേക്കാം. പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ, എൻ്റെ ദൈവം സമയമാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് നിവൃത്തീകരിക്കാൻ തക്കണം. അതുകൊണ്ട് നോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ വാതിലിനപ്പുറത്ത് വാതിൽ തുറന്നാൽ അവിടെ എൻ്റെ വിഷയത്തിന് വിടുതലുണ്ടെന്ന് വ്യക്തമായി തിരിച്ചറിയുക. അപ്പോൾ വാതിലെ കൊട്ടുന്നത് നിർത്തരുത്. സ്തോത്രം. ആമേൻ. ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്തോണം. സ്തോത്രം. ചിലരത്ത് മുങ്ങാൻ പറഞ്ഞാൽ മുങ്ങിക്കോണം. സ്തോത്രം. സഭയിൽ നിന്ന് മുങ്ങുന്ന കാര്യമല്ല, വെള്ളത്തിൽ മുങ്ങുന്ന കാര്യം പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിലും അങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ എടുക്കേണ്ട ചില ചുവടുവെപ്പുകളുണ്ട് വിശ്വാസത്തിൽ. വചനത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട കാര്യങ്ങൾ ഈ ദിവസങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, അവിടെ പറയുകയാണ്, ചില വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകൾ എടുക്കാൻ തയ്യാറാണോ? അതെ. യോർദാന്റെ മേൽ കാൽ കുത്താൻ പറഞ്ഞപ്പം അവരൊരു പക്ഷേ തിരിച്ചു തള്ളാമായിരുന്നു. പക്ഷേ അവർ യോർദാന്റെ മേൽ കാൽ കുത്തിയപ്പോൾ, ഒരു വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പ് എടുത്തപ്പോൾ, ഈ എരിഹോയുടെ കോട്ടയ്ക്ക് ചുറ്റും അവർ നടക്കുവാൻ തയ്യാറായപ്പോൾ, അതെല്ലാം മണ്ടത്തരമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ നയമാനോട് ദൈവം പറഞ്ഞു, ഈ വെള്ളത്തിൽ പോയി മുങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഈ ചെളി വെള്ളത്തിൽ പോയി ഞാൻ മുങ്ങണം, അതിന് എൻ്റെ സ്തോത്രം, അവിടെ നല്ല നദികൾ ഇല്ലാതിരുന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിലെടുക്കേണ്ട ചുവടുവെപ്പ് എടുക്കാൻ തയ്യാറായപ്പോൾ, there is an action. Obedience to the word of God is the key to miracle, key to blessing എന്നാണ് നമ്മൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ചില വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകൾ എടുക്കുവാൻ തയ്യാറാണെങ്കിൽ, യേശു പറഞ്ഞു, വാതിക്കൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ സ്നേഹിതനാകെ കൊണ്ട് എനിക്ക് വാതിൽ തുറന്നു കൊടുക്കാതിരിക്കാൻ ആ സ്നേഹിതന് കഴിഞ്ഞില്ല. സ്തോത്രം. അവന് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി, അവൻ്റെ വീട്ടിലൊരുവൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി, ഇവൻ വെറുതെ പറയുന്നത് മനസ്സിലായപ്പോൾ ഉറങ്ങുന്നവൻ എഴുന്നേറ്റ് അവന് കൊടുക്കേണ്ടത് കൊടുത്തു. അപ്പോൾ ഈ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു എരിവ് കർത്താവ് നമുക്ക് നൽകട്ടെ. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഏൽപ്പിക്കാം. മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനൊക്കെ റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മനസ്സ് പുതുക്കുക, രൂപാന്തരപ്പെടുക, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതമെന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മളെ ഏൽപ്പിക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയങ്ങളാണ് ഈ ദിവസങ്ങൾ രൂപാന്തരപ്പെടുവാൻ. ഓരോ ദിവസവും അത് ക്രിസ്തു ഛായയിലേക്ക് രൂപാന്തരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പല ആഗ്രഹങ്ങളും വിട്ടുമാറും. ഹല്ലേലൂയ. എനിക്കുണ്ടായിരുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ഇന്നില്ല. കാരണം ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങിയതോടെ പല ആഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില ആഗ്രഹങ്ങളൊന്നും ദൈവഹിതമല്ല. ആ ദൈവവചന യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ദൈവവചനത്തിനകത്ത് ദൈവഹിതം കിടപ്പുണ്ട്. ഇന്ന് വചനം ആർക്കും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സമയമില്ല, തിരക്കാണല്ലോ. സ്തോത്രം. പക്ഷെ നമ്മൾ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ഒരു ആർത്തിയും ഒരു ദാഹവും ഒരു തീക്ഷ്ണതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മടങ്ങി വരട്ടെ എന്ന് ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൽ എഫീഷ്യൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, ദൈവഹിതമെന്തെന്ന് വ്യക്തമായി തിരിച്ചറിയുവാൻ, ആത്മാവിൽ നിറഞ്ഞവരായി തീരുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവിൽ അല്പമായിട്ടല്ല
അത് നിറയുവാൻ നമ്മൾ ഇടയാകുമ്പോൾ പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് ദൈവഹിതം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും ഇറ്റ് ഡസ് നോട്ട് ആഡ് സോറോ ടു ഇറ്റ്. കർത്താവ് നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ അതോടുകൂടെ വേദന വരത്തില്ല. അതാർക്കും നമ്മൾ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവം തന്നതൊക്കെ വളരെ ശ്രേഷ്ഠകരമാണെന്ന് മാത്രമല്ല, അതിനകത്ത് വേദന കർത്താവ് അതിനോട് കർത്താവ് തന്നിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് കളയാതിരുന്നാൽ മതി. ദൈവം തരുന്ന നമ്മൾ സൂക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ അത് കാലാകാലങ്ങളോളം നിലനിൽക്കും. അത് തലമുറയായി നിലനിൽക്കും. അതെ, ദൈവം ഈ ദിവസങ്ങൾ തരാൻ അല്പം സമയമെടുത്തിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ കരത്തെ തിരിക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്ത് ഈ അഖില ഘടാഹത്തെ ഉരുവാക്കി കൊണ്ടുവന്ന സ്തോത്രം, ആ ദൈവത്തിൻ്റെ കരത്തെ പിടിച്ച് തിരിക്കുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ സമുദ്രത്തെ തൻ്റെ കൈകളിൽ വഹിക്കുന്നവനാണ് ദൈവം. കടലിലെ മത്സരികളെ തൻ്റെ തുലാസിൽ തൂക്കുന്നവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ട് എൻ്റെ ആവശ്യം നടത്താൻ വേണ്ടി ബലമായി എന്ന് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ദൈവഹിതപ്രകാരമായി തീരുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിലായി തീരുമ്പോൾ, ആ കരം ഈ ദിവസങ്ങൾ ഭൂമിയിൽ ചലിക്കുന്ന കാലങ്ങൾ നമുക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ചില അത്ഭുതങ്ങൾ കർത്താവ് ഈ ദിവസങ്ങൾ ചെയ്യുവാൻ തക്കവണയാകും. സ്തോത്രം. ആ കരത്തെ ചലിപ്പിക്കുവാൻ, ആ ഹൃദയത്തെ ഒന്ന് ചലിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുതുക്കുവാനായിട്ട് നമുക്കൊന്ന് തയ്യാറാകാം. അതേ, ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിട്ടുകളയാതെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ. നമ്മൾ സീരിയസ് അല്ലെങ്കിൽ ദൈവത്തിന് അതിനകത്ത് സീരിയസ്നെസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ അതിൻ്റെ 5:8 പറഞ്ഞിട്ടുണ്ട്, ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ സ്ഥിരമായി സൂക്ഷിക്കുവാൻ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗോഡ്സ് ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. ദൈവത്തിൻ്റെ താമസം ഒരിക്കലും വേണ്ട എന്നായിരിക്കണമെന്നില്ല. ചിലത് വേണ്ടെന്നായിരിക്കാം, പക്ഷേ ദൈവഹിതപ്രകാരമാണ് ചോദിക്കുന്നതെങ്കിൽ അതെ, ഈ ദിവസങ്ങളിലും അത് താമസമെടുത്തേക്കെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അതിൻ്റെ മേൽ അവിടെ പറയുക, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പേൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. അപ്പോൾ യോസേഫിൻ്റെ ജീവിതത്തിൽ യോസേഫിന് കിട്ടിയ ദൈവിക ദർശനം, തൻ്റെ പിതാവും തൻ്റെ സഹോദരന്മാരും തൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നൊരു ദർശനം യോസേഫിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യോസേഫ് ചിന്തിച്ചു, എല്ലാം നന്നായി പോകുമെന്ന് ചിന്തിച്ചു. മോശ വിചാരിച്ചു, മോശയുടെ ജീവിതത്തിൽ മോശയെ ദൈവം വിളിച്ചിരിക്കുന്നത് ശക്തനായ ഒരു തേരാളി, ഇസ്രായേലിനെ വിടുവിക്കുവാൻ കണ്ടിരിക്കുന്ന ഒരു ശക്തനൊരു അഭിഷക്തനാണ് ഞാനെന്നൊക്കെ മോശ ഉള്ളിൽ ചിന്തിച്ചപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചത് തിരിച്ചായിരുന്നു. ചിന്തിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. പക്ഷേ തിരുവചനം പറയുന്ന യോസേഫിൻ്റെ മനസ്സിനെ അവർ വിഷമിപ്പിച്ചു. സഹോദരൻ, ഒരിക്കലും പൊട്ടക്കിണറ്റി പോകുന്ന യോസേഫ് വിചാരിച്ചില്ല. ജയിലിൽ ഒരു കുറ്റവാളി ചെയ്യാത്ത കുറ്റത്തിന് ആരോടും പറയാൻ കഴിയാത്തൊരു പാപം സഹോദരൻ ഒരുപക്ഷെ ഞാൻ ചെയ്തു എന്ന് പറയാൻ തക്കവണ്ണം ഇടയാകുന്ന അത്രയ്ക്കും തന്നെ അപമാനിക്കപ്പെടുന്ന ഒരു അനുഭവം എന്ന ജീവിതത്തിലല്ല കടന്നു വരുമ്പോൾ തിരുവചനം പറഞ്ഞ യോസേഫ് ദീർഘക്ഷമയോടെ കാത്തിരുന്നു. അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുക. കിട്ടിയ ദർശനം കളയാതെ നമുക്ക് സൂക്ഷിക്കാം ഈ ദിവസങ്ങളിൽ. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുന്നത് പോലെ വിപരീതമായിട്ടായിരിക്കാം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവമാണ് വിളിച്ചതെങ്കിൽ, ദൈവമാണ് കണ്ടിരിക്കുന്നതെങ്കിൽ, ദൈവമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ, ദൈവമാണ് പറഞ്ഞതെങ്കിൽ, മനുഷ്യൻ പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവമാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവാണ് ഇടപെട്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ നിവർത്തീകരണങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ഇത് ഏറ്റവും സ്തോത്രം. കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനിടയ്ക്കാണ് പൈശാചികവണ്ണം പ്രവർത്തിച്ചത്. എബ്രഹാമിൻ്റെ ജീവിതത്തിൽ പൈശാചികവണ്ണം പ്രവർത്തിച്ചത് കാത്തിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു പോലും 30 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ കാത്തിരിപ്പിന് അന്ത്യമുണ്ട്. സ്തോത്രം. യോസേഫിന് കാത്തിരിക്കാൻ നമുക്ക് കാത്തിരിക്കുന്ന യോസേഫിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ഈ ദിവസങ്ങളിലും അവിടെ പറയുകയാണ്, ഏത് സമയത്തും എഫീഷ്യർ 6:18 പറയുക, നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ തീരുന്ന പ്രാർത്ഥനകളല്ല നമ്മുടെ പ്രാർത്ഥന. അത് പഴയ നിയമത്തിൻ്റെ പ്രാർത്ഥനയാണ്. കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. എഫീഷ്യരുടെ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, സകല പ്രാർത്ഥനയാലും, സകല ഒരു പ്രാർത്ഥനയല്ല,
കിട്ടിയെങ്കിൽ നമുക്ക് വായിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. പൂർണ്ണ സ്ഥിരത കാണിക്കുവിൻ. അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 10 ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ എല്ലാം മറന്നുപോയി, പിന്നെ അടുത്ത വിഷയം വരുന്നു, അതെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളല്ല. സ്തോത്രം. നമുക്കൊരു വിഷയമുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ ഹൃദയത്തിനകത്തുനിന്ന് പോകത്തില്ല. അവൻ ദുഷ്ടനെടുത്ത് കളയാൻ നോക്കിയാലും അത് കത്തുന്ന തീ പോലെ അകത്ത് കത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. അതിൻ്റെ നിവൃത്തീകരണങ്ങൾ കടന്നു വരുന്ന മുമ്പേക്കും ആമേ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ജാഗരിച്ചുകൊണ്ടിരിക്കും. ഒരു കുറുപ്രാവ് ആമേ സ്തോത്രം കുറുകുന്നത് പോലെ, ഒരു പ്രാവ് കുറുകുന്നത് പോലെ ദൈവസന്നിധി ദൈവമക്കൾ അത് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും സകല പ്രാർത്ഥനയാലും. അപ്പോൾ ഏത് വിഷയമാകട്ടെ എല്ലാം പ്രാർത്ഥിക്കും. സകല പ്രാർത്ഥനയാലും യാചനയാൽ ഏത് സമയം 24 മണിക്കൂറും പ്രാർത്ഥിക്കാം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, നടക്കുമ്പോൾ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് എപ്പോൾ പറയുമ്പോഴും ആമേ ഒരു പ്രാർത്ഥനാ വീരന്മാരാക്കി ആമേ. ഒരു പക്ഷേ നിങ്ങൾക്ക് മറിക്കാതിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. സ്തോത്രം. ഉള്ളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പ്രാർത്ഥനയിൽ എന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണ സ്ഥിരത വേണം. സ്ഥിരതയുള്ള പ്രാർത്ഥനയായിരിക്കും. പൂർണ്ണ സ്ഥിരതയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിലും നമുക്കൊരു സ്ഥിരതയുള്ള പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പം നമ്മുടെ കൺമുമ്പിൽ ചില സമയങ്ങളിൽ വന്നിട്ട് അപ്രത്യക്ഷമാകുന്ന പ്രാർത്ഥനകൾക്ക് കാര്യമില്ല. അതെ, ഒരു വിധവ, 2 വിധവമാരുണ്ട്, പല വിധവമാരുണ്ട്. പക്ഷെ 2 വിധവമാരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഒരു വിധവ ന്യായാധിപൻ്റെ അടുക്കൽ പോകുമ്പോൾ സാഹചര്യം നോക്കിയാൽ യാതൊരു ചാൻസുമില്ല. ദുഷ്ടനാണെന്നാണ് ദൈവത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ആര് പറഞ്ഞാലും കേൾക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഈ വിധവ വിശ്വസിച്ച് എനിക്ക് നീതി കിട്ടണം. കാരണം നീതി ദൈവസന്നിധി കിട്ടേണ്ടതാണ്. സ്തോത്രം. അത് തെറ്റായ പ്രാർത്ഥനയല്ലല്ലോ. അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അവസാനം ന്യായാധിപതി അല്ലെങ്കിൽ ഈ ജഡ്ജ് മടുത്തിട്ട് വിധവേൻ്റെ ചികിടത്തടിക്കുമെന്ന് പേടിച്ച്, കാരണം സ്തോത്രം അദ്ദേഹം കാര്യം നടത്തി കൊടുത്തെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വിധവയുണ്ട്, രക്തസ്രാവക്കാരിയായ വിധവ. എല്ലാം അസാധ്യമാണ്, യാതൊരു ചാൻസുമില്ല, കാശ് മുഴുവൻ തീർന്നു. യേശുവിന് അടുക്കൽ ചെല്ലാൻ പോലും പറ്റത്തില്ല. യേശുവിനെ കാണാൻ പോലും ശുപാർശ ചെയ്യാൻ പോലും ശിഷ്യന്മാരെ ആരെയും അറിയത്തില്ല. പക്ഷേ ഈ വിധവ വിശ്വസിച്ചു, ഈ വിധവ പ്രാർത്ഥിച്ചു. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. ആ വിധവയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗം കരിഞ്ഞു. സ്തോത്രം. അവൾ പറഞ്ഞ് എനിക്കൊന്ന് തൊടണം, ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം വേണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവം ഉത്തരം കൊടുത്തത്. അതിനുശേഷം അനേകർ യേശുവിനെ തൊട്ടവർ സൗഖ്യമായിട്ടുണ്ട്. ആ വിധവ മുഖാന്തരം ദേശത്ത് വിടുതലുകൾ നടക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിലും ആരും ആ വിധവയുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം സ്തോത്രം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിലും അസാധ്യമായി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ, ശൂന്യമായി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ, മരുഭൂമി എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ, പാറകൾ മാത്രമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്, അസ്ഥിക്കൂടങ്ങൾ മാത്രമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം ചണ്ടി കൂമ്പാരങ്ങളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ദൈവമാണ് പറഞ്ഞെങ്കിൽ, ദൈവമാണ് കണ്ടിരിക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് ചിലരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ടെന്ന് ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥന നിർത്തരുത്. ശക്തമായി പ്രാർത്ഥനയിൽ തുടരുക. ശക്തമായ എരിവോടെ പ്രാർത്ഥിക്കുക. മുഴങ്കാലം അടക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. യേശു ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് ഉറച്ച നിലവിളിയോടെയാണ്. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് കണ്ണുനീരോടെയാണ്. എത്ര പേർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളുകളായി എന്ന് ചിന്തിച്ചു നോക്കുക. സ്തോത്രം. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തന്നെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. കണ്ണീര് വരാത്തവരുണ്ട്, കരയാൻ പോലും കഴിയാത്തവരുണ്ട്, ഒന്ന് ചിരിച്ചിട്ട് നാളുകളായി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ കർത്താവിനോട് പറയാം, യേശുവേ എനിക്ക് ഈ ദിവസങ്ങൾ നിലവിളിച്ചെന്ന് പ്രാർത്ഥിക്കുവാൻ, ഈ ദിവസങ്ങളിൽ ഹൃദയം നുറുങ്ങിയെന്ന് പ്രാർത്ഥിക്കുവാൻ. ഹൃദയം നുറുങ്ങിയവന് യഹോവ സമീപസ്ഥനാണ്. സ്തോത്രം. മനസ്സ് തകർന്നവനെ എന്റെ ദൈവം രക്ഷിക്കുന്നു. അവനവരെ വിടുവിച്ചിരിക്കും, അവരവനെ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഈ ദിവസങ്ങളിലും പ്രാർത്ഥനാ മുറികളിൽ മാത്രം ഒതുങ്ങുന്ന പ്രാർത്ഥനകളല്ല നമ്മുടെ പ്രാർത്ഥനകൾ 24 മണിക്കൂർ 365 ദിവസവും നിലനിൽക്കുന്ന ഉറക്കത്തിൽ പോലും ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോട് ചേർന്നായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ കർത്താവ് ഈ ദിവസങ്ങളിലും യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിന്റെ ഒരു 13-ാം വാക്യത്തിൽ പറയുകയാണ്. അതിന് 5:13 നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. 5:8 നമ്മൾ കുറച്ച് മുമ്പ് വായിച്ചത്. 5:10 എല്ലാം നമുക്ക് പറയാൻ സാധിക്കത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വാക്കുകൾക്ക് വിരാമിടുവാൻ ആഗ്രഹിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം അതിന് 5-ാം അധ്യായത്തിന്റെ 13 പറയുകയാണ്. 13 വിശ്വസിക്കും. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളിലും
നമുക്കൊരു കഷ്ടം വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാനല്ല, നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാനല്ല, നമുക്ക് ഈ ദിവസങ്ങളിലും ആ പ്രാർത്ഥനയുടെ വീര്യം കുറഞ്ഞു പോകുവാനല്ല. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഈ ദിവസം എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി, പ്രാർത്ഥനയുടെ ആഴങ്ങൾ കുറഞ്ഞു പോകാതിരിക്കാൻ. ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് നേരെ ജാതികൾ, അവർക്ക് നേരെ രാജാക്കന്മാർ, അവർക്ക് നേരെ അധികാരികൾ കടന്നു വന്ന് അവരെ തകർക്കുമെന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ്. സഭയായിട്ടുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങൾ കുറഞ്ഞു പോകരുത്. സഭയായിട്ടുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളെ കൊണ്ടുവരും. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൽ പറയുന്നു, അവർ നിന്ന സ്ഥലത്തെ ദൈവത്തിന് കുലുകയും അവരെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ ദൈവം നിറച്ചു. അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള ദൈവിക ശക്തിയെ ദൈവം പകർന്നു. അവർ മുന്നോട്ട് പോയപ്പോൾ വഴികൾ തനിയെ തുറന്നു. സ്തോത്രം. ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി ചില ചുവടുവെപ്പുകൾ എടുക്കുവാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സഭയിലുള്ള പ്രാർത്ഥനകൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സഭയ്ക്കകത്തുള്ള പ്രാർത്ഥനകൾ ഈ ദിവസങ്ങൾ വർദ്ധിക്കട്ടെ. അപ്പോൾ തിരുവചനം പറയുകയാണ്, അതിൻ്റെ 5:7 പറയുകയാണ്, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തും കൊണ്ട് മുൻമഴയും പിന്മഴയും അത് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോകാതെ ദീർഘക്ഷമയോടെ, പെർസിവറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, അത് കിട്ടുന്നിടം വരെ അതിനുവേണ്ടി ദീർഘക്ഷമയോടെ, അത് കഴിഞ്ഞാൽ ക്ഷമ നഷ്ടപ്പെട്ടു പോകാതെ, മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാതെ, നമുക്ക് കിട്ടേണ്ടത് ചിലർക്ക് കിട്ടുമ്പോൾ നമുക്ക് അസൂയ തോന്നും, ദൈവത്തോട് നമ്മൾ മറുതലിക്കും. ദൈവമേ, അവന് കിട്ടേണ്ടത് എനിക്ക് അവൻ ഇതുവരെ തന്നില്ലല്ലോ, എനിക്കെന്താ തരാത്തത്, അവർക്കെന്താണ് കൊടുത്തതെന്നൊക്കെ ചോദിച്ച് പലപ്പോഴും നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുവാൻ പൈശാചികമുള്ള ശ്രമിച്ചെന്നിരിക്കാം. അപ്പോൾ അവിടെ ദീർഘക്ഷമ എന്ന് പറഞ്ഞിരിക്കുന്ന പെർസിവിയറൻസ്, അത് റോമർക്ക് ലേഖനത്തിന് 5:4 ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. അതൊന്ന് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എപ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ കാത്തിരിപ്പിൻ്റെ മധ്യയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വഭാവം വെളിപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, നമുക്ക് നേരെ ചില മാനുഷിക ശക്തികൾ കടന്നു വരുമ്പോൾ, നമുക്ക് നേരെ ചിലർ മുഖം തിരിക്കുമ്പോൾ, നമുക്ക് നേരെ അസ്ത്രങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോൾ, അപ്പോഴാണ് പലപ്പോഴും നമ്മളിൽ ആരാണ്, നമ്മളുടെ ക്യാരക്ടർ എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ചില ക്യാരക്ടർ ഫോർമേഷനുകൾ കൊണ്ടുപോകും. സ്തോത്രം. നിങ്ങളൊരു വ്യക്തിയാക്കി ദൈവം മാറ്റും. കാരണം എന്താണെന്നോ, ചില ദൈവം കണ്ടിരിക്കുന്ന ചില ദൈവിക സ്ഥാനങ്ങളിൽ ഞാനും നിങ്ങളും ഇരിക്കണമെങ്കിൽ സ്തോത്രം, അതിൻ്റെ തലങ്ങൾ രൂപാന്തരം വന്നെങ്കിൽ ആ സ്ഥാനത്ത് നമുക്ക് തുടരുവാനും ദൈവപ്രവൃത്തി അതിലൂടെ വെളിപ്പെടുവാൻ സാധിക്കുന്നുള്ളൂ. കാരണം പൊത്തിഫോറിൻ്റെ വീട്ടിലിരിക്കേണ്ടവനല്ല യോസേഫ്. യോസേഫ് വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ പൊത്തിഫോറിൻ്റെ വീട്ടിലിരിക്കാമായിരുന്നു. സ്തോത്രം. പക്ഷേ ദൈവം പറഞ്ഞു, യോസേഫെ, നീ ഇരിക്കേണ്ടത് പൊത്തിഫോറിൻ്റെ വീട്ടിലല്ല, നീ ഇരിക്കേണ്ടത് സ്തോത്രം, നീ ഫറവോന്റെ അരമനയ്ക്കകത്ത്, നീ ഈജിപ്തിനെ ഭരിക്കേണ്ടവനാണ്. സ്തോത്രം. അതുകൊണ്ട് നിന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റാൻ പോവാം. സ്തോത്രം. നിനക്ക് ചില പരീക്ഷകൾ തരാൻ പോവുകയാണ്. ആ പരീക്ഷകളുടെ മധ്യേ ഞാൻ നിന്നെ ഒരു വ്യക്തിത്വമാക്കി മാറ്റും. നിന്നെ അതിനുവേണ്ടി കൊള്ളാകുന്നവനാക്കി ഞാൻ നിന്നെ മാറ്റും. ഐ വിൽ റിഫൈൻ യു ത്രൂ ദ ഫയർ ഓഫ് persecution. I will refine you through the fire of trials. അതിനകത്തൂടെ നിങ്ങളും ഞാനും കടന്നു പോകുമ്പോൾ ഒരു ഉരുകിയ സ്വർണം പോലെ, അതിനെ മാറ്റുകൂടിയ ഒരു സ്വർണം പോലെ അതിനകത്ത് പുറത്തു വരുമ്പോൾ ചില ഉന്നതവും ശ്രേഷ്ഠവുമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഇതിനകത്തിരിക്കുന്ന ചില ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. ആർക്കുമില്ലാത്ത ചില വിഷയങ്ങൾ കർത്താവേ എനിക്കെന്താണെന്ന് ചോദിക്കുന്ന, ഇന്ന് അലമുറയെ വിളിക്കുന്ന അലമുറയിട്ട് കരയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ വിശ്വാസം പറ, കർത്താവേ എന്നെ കർത്താവ് കണ്ടിരിക്കുന്ന സ്ഥാനത്തെത്തിക്കുവാൻ, എന്നെ റിഫൈൻ ചെയ്യുവാൻ, ആ പെർസിവറൻസിലൂടെ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു ദൈവിക ക്യാരക്ടറിലേക്ക് മാറ്റുവാൻ. ഞാൻ ചിന്തിക്കാറുണ്ട് ചില അനുഭവങ്ങളോട് എന്തുകൊണ്ടാണ് കർത്താവ് കടന്നു പോകുന്നത്. പിന്നീട് കടന്നുപോയി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ത്രൂ ദാറ്റ്. ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ യേശു കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ, ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിയായി ഞാനും നിങ്ങൾ തീരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങളിലും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പക്ഷേ ഈ ദിവസങ്ങൾ നമ്മുടെ വിശ്വാസം തണുത്തു പോകാതെ, ഇല്ലായ്മയായി പോകാതെ, നമുക്ക് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ
നഷ്ടപ്പെട്ടു പോകാതെ ഈ ദിവസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില കാര്യങ്ങൾ മാനസിക നമ്മൾ അസ്വസ്ഥപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ കർത്താവുള്ള സന്തോഷം ഈ ദിവസം നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു എഫക്റ്റീവ് പ്രയർ വേണമെങ്കിൽ നമുക്ക് ഒരു ഉത്തരങ്ങൾ വേണമെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന നോക്കിയാൽ ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യക്തമായി വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചില സമയങ്ങൾ ഒരു മറിയ യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നത് പോലെ നമുക്ക് ചില സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യേകിച്ച് ഒരു ദൈവദാസനെ എനിക്ക് അടുത്തറിയാൻ ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു വ്യക്തിയെപ്പോലും തൻ്റെ സഭയിൽ ഫോൺ വിളിച്ച് കൂട്ടായ്മയ്ക്ക് വരണമെന്ന് ഞാൻ പറയുന്നത് കേട്ടില്ല. പക്ഷേ മുഴങ്കാലുകൾ മടക്കി ദിവസങ്ങളോളം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദൈവസഭയെ കർത്താവ് ശക്തമായി പണിതെടുത്തു. സ്തോത്രം. കാരണം ആ മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന അതിന് ശക്തിയുണ്ടെന്ന്. ഏലിയാവ് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം നമ്മളെപ്പോലെ കുറവുകളുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ദൈവസന്നിധി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവമുഖത്തേക്ക് നോക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവമുഖത്ത് നോക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. സമയങ്ങൾ കഥാനൂടെ ചെലവഴിക്കുവാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് പലപ്പോഴും നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു ദൈവദാസൻ പറഞ്ഞ കാര്യമാണ്, I had too many things to do today, so I prayed 3 hours. I prayed for 3 hours. മാർട്ടിൻ ലൂതർ പറഞ്ഞ കാര്യമാണ്. നമുക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യം. പക്ഷെ ഒന്നൊന്ന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്. I had so many things. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ചെയ്തിട്ട് 3 മണിക്കൂർ പ്രാർത്ഥിച്ചത് കൊണ്ട് കർത്താവ് ഹി ഗേവ് മി എ ക്ലാരിറ്റി അപ്പോൺ മൈ ഹെഡ്. എൻ്റെ ബുദ്ധിക്കകത്തൊരു ക്ലാരിറ്റി വന്നു. എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന് ഞാൻ പോലും അറിയാതെ ഒരു ദൈവകൃപ എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. സഭയ്ക്കകത്തുള്ള വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമോ ഈ ദിവസങ്ങൾ ഒരുപാട് ദൈവവേലയ്ക്ക് വേണ്ടി ഓടുന്നവരുണ്ട്. പക്ഷേ എത്ര സമയം നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്നുണ്ട്. സ്തോത്രം. അത് കർത്താവ് ആഗ്രഹിക്കുക നമ്മൾ ദൈവവേല ഈ ദിവസങ്ങൾ പുറത്തു പോയി ചെയ്യണം. ഏറ്റവും ദൈവം സന്തോഷിക്കുന്ന ഒരു കാര്യം അത്. ദൈവിക സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് പോയി നോക്ക്. ആത്മാക്കൾ അനവധിയായി ദൈവസഭകളിൽ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കും അതേ വചന ധ്യാനത്തിനും വേണ്ടി അപ്പോസ്തലന്മാർ വേർതിരിച്ചു കഴിഞ്ഞപ്പോഴാണ് സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അവിടെ വിഷയങ്ങൾ വന്നു. പക്ഷേ അതിൻ്റെ മധ്യേ വിധവകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയ്ക്കകത്ത് നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, എന്നവർ വചന ധ്യാനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അത് ഈ ദിവസങ്ങളിലും അവിടെ മറ്റൊരു ഭാഗത്ത് യാക്കോബ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയും, സഹോദരന്മാർ വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഇറങ്ങിപ്പോകരുത്. അതേ നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് ദൈവം. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വ്യക്തിയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ആ വ്യക്തിയുമായിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ ഹൃദയത്തിനകത്ത് വെറുപ്പോ കയ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ഞാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എവിടുന്നോ കിട്ടുന്നൊരു കൃപ ദൈവം തരും. അവരെ സ്നേഹിക്കുവാൻ, അവരോട് സംസാരിക്കുവാൻ. അല്ലാതെ പ്രാർത്ഥിച്ചാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. പ്രാർത്ഥന സഭ ശ്രദ്ധയോടുകൂടിയ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതേ ഈ ദിവസങ്ങൾ ദൈവസഭയുമായുള്ള കൂട്ടുബന്ധത്തിൽ യു ഷുഡ് ബി പ്ലാന്റഡ് ഇൻ എ ചർച്ച്. ഏതെങ്കിലും ചർച്ചിൽ നിങ്ങൾ പ്ലാന്റഡ് ആയിരിക്കണം. അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരിക്കണം. സ്തോത്രം. അവരുടെ പ്രാർത്ഥന ശക്തമേറിയതാണ്. അത് ഈ ലോകത്ത് ഏത് ശക്തിയേക്കാളും അധികമാണ്. അല്ലെങ്കിൽ ഇന്ന് ആ പത്രോസ് തലവിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുവചനം പറയുന്നു, സഭ ശ്രദ്ധയോടെ നോക്കുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. അത് നിർത്തിയില്ല. അതുകൊണ്ട് ദൂതനെ അയച്ചു, വിടുതലിനെ അയച്ചു. സ്തോത്രം. അതേ ഈ ദിവസങ്ങൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ടല്ലോ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം എന്തും നമുക്ക് പ്രാർത്ഥിക്കാം. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആരും പ്രാർത്ഥിക്കാറില്ല പൊതുവെ. പക്ഷേ മഴ വന്നാൽ നിർത്താൻ പ്രാർത്ഥിക്കും. പക്ഷേ അങ്ങനെ മഴ പെയ്യാതിരിക്കാനും പ്രാർത്ഥിക്കാറില്ല. പക്ഷേ യു ക്യാൻ പ്രേ വാട്ട് എവർ ഗോഡ് ആസ്ക് യു. ദൈവം പറയുന്ന ഏത് വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത് പ്രാർത്ഥന. ഹല്ലേലൂയ. അത് തമാശയായി ചിലർക്ക് ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ തോന്നിയേക്കാം. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ആകാശമണ്ഡലങ്ങളെ കൊട്ടിയടയ്ക്കുന്നൊരു പ്രാർത്ഥന. സ്തോത്രം. ഒരു ഏലിയാവിലൂടെ ദൈവം വെളിപ്പെടുത്തി. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം തകർന്നു പോയി നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവിടെ ഒരു ഉപവാസത്തോടെ ഇരിക്കാൻ ഇടയായിരുന്നെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൈശാചിക മണ്ഡലം ചില വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ
ഉപവസിക്കാൻ തയ്യാറാകുക, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ആമേൻ. ചിലരെ പേടിച്ചിട്ട് ആരും ഉപവസിക്കരുത്. പിശാചിനെ പേടിച്ചിട്ട് ആരും ഉപവസിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. ആമേൻ. ഇന്ന് നമ്മൾക്ക് തന്നെ ജയമെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നമുക്ക് ഈ ദിവസം ഉപവസിക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തിയെ ദൈവം വെളിപ്പെടുത്തും. പ്രാർത്ഥന ഉപവാസത്തിലായിരുന്ന ആമേൻ അവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചു. അതേ ആകാശമണ്ഡലങ്ങളെ ദൈവം തുറന്നു, മഴയെ ദൈവം അയക്കുകയാണ്. അതിനുശേഷം ആമേൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. അത് തീക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീയെ അയച്ചു. അവിടെ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് സമയമുള്ള വായിച്ചാൽ മതി. അവിടെ കാണുന്നത് കർത്താവേ അവിടുത്തെ നാമം മഹത്വം എടുക്കുവാൻ, ഈ ജനം വിടുവിക്കപ്പെടുവാൻ, ഈ ദേശത്ത് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ജനം ആമേൻ ഈ ദിവസങ്ങൾ ഉരുവായി വരുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രണ്ട് തോണിയിൽ കാൽവെച്ച് നിൽക്കുന്നു ദൈവപക്ഷത്തേക്ക് മാറുവാൻ, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ച് വർഷങ്ങളോളം പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ മേൽ ഒറ്റ സമയം ഒരു അല്പം 5 മിനിറ്റ് 2 മിനിറ്റ് എത്രയാണെന്ന് നടക്കുന്നില്ല. പക്ഷേ ആ ഒറ്റ ഷോർട്ട് പ്രയറിനകത്ത് ആ ജനം വീണ് അവർ ദൈവത്തിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് പറഞ്ഞു, ഏലിയാവിൻ്റെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. അത്ര ശക്തമായ പ്രാർത്ഥന ഏലിയാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് പ്രാർത്ഥനാ ജീവിതം മുരടിച്ചു പോയവരുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഒരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ജസ്റ്റ് ഗിവ് ഇറ്റ് ഓഫ് യുവർ ഹാർട്ട് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗാഡ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഒരുപക്ഷെ ശുശ്രൂഷ മണ്ഡലത്തിലുള്ളവരായിരിക്കാം, ഒരുപക്ഷെ ഇന്ന് വിശ്വാസം വന്നവരായിരിക്കും, ഒരുപക്ഷെ ഇന്ന് വരെ പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. ഗാഡ് വിൽ സെൻഡ് ഫോർ ദി സ്പിരിറ്റ്. ആമേൻ. പ്രാർത്ഥനയെ യാചനയെ ആത്മാവിനെ ദൈവം ദൈവസഭകളിലേക്ക് പകരും. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ചുരുക്കമായി ഞാൻ വിരാമം വിടുമ്പോൾ ചുരുക്കുമ്പോൾ ആമേൻ സ്തോത്രം എല്ലാം നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ അത് പരിശുദ്ധാത്മ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുവാൻ, ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമായി തീരുവാൻ, ദൈവസഭകളിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുവാൻ, അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവജനം എഴുന്നേൽപ്പിക്കുവാൻ, ഒരു ഏലിയാവിനെ തീയിൽ നിന്ന് അഗ്നിജ്വാലകൾക്കുള്ളിൽ ഏലിയാവിനെ ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി നിന്നവനെ മഹത്വത്തിൽ ദൈവം എടുത്തുകൊണ്ട് പോയെങ്കിൽ ദൈവ മഹത്വത്തിന് വേണ്ടി എത്ര നിൽക്കുവാൻ തയ്യാറാകും. മഹത്വത്തിൽ പ്രതീക്ഷപ്പെടുന്ന യേശു കൊണ്ട് എടുക്കപ്പെടാൻ സമയമായി. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ദീർഘക്ഷമയോടെ കാത്തിരിക്കാം. കർത്താവിൻ്റെ വരവോളം കാത്തിരിപ്പാനാണ് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ വരവോളം നമുക്ക് കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ ഈ വചനങ്ങൾ ആസ്വദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന ആർക്കെങ്കിലും ലിനു സിസ്റ്റർ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. എനിക്കാരും കാണാൻ സാധിക്കുന്നില്ല. പ്രാർത്ഥിച്ച് സഹായിക്കാമെങ്കിൽ അനുഗ്രഹമായിരിക്കും. Hallelujah, hallelujah. We thank you, Lord. We praise your holy name, Lord Jesus. Amen, hallelujah. കേൾപ്പിച്ച amen, hallelujah. Blessed message-നായി കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്ന amen, hallelujah. ഞങ്ങൾ കേട്ടതുപോലെ amen, hallelujah. എപ്പോഴും amen, hallelujah. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. amen. ദൈവദാസനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗീയ ശക്തിയാൽ ബലത്താലൊക്കെ ദൈവദാസനെ നിറച്ച് amen, hallelujah. amen, hallelujah. പരിശുദ്ധാത്മാവാം ദൈവം തന്നെ ഞങ്ങളോട് സംസാരിച്ചதை ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. amen, hallelujah. വചനം കേൾക്കുക മാത്രമല്ല കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവാം ദൈവം തന്നെ ഞങ്ങളുടെ പ്രയർ ലൈഫിനെ കരം പിടിച്ച് മുൻപോട്ട് നടത്തണമേ. പിതാവിന്റെ ഹിതമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ, അനുദിനം പ്രാർത്ഥിപ്പാൻ, എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ amen, hallelujah. ഞങ്ങളുടെ പ്രയർ ലൈഫിൽ ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിരിക്കാൻ amen, hallelujah, hallelujah. ഞങ്ങൾ തന്നെ സമയം വെച്ച് amen, hallelujah പ്രാർത്ഥിപ്പാനൊക്കെ amen, hallelujah. സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ amen, hallelujah സത്യത്തിലും ആത്മാവിലും amen ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. amen, hallelujah. ഗ്രേസ് ആൻഡ് സപ്ലിക്കേഷൻ amen, hallelujah ഞങ്ങളുടെ എല്ലാവരുമുള്ള അങ്ങ് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. amen, hallelujah. ഒരിക്കൽ കൂടി അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പന്റെ നാമം മാത്രം എല്ലാത്തിനും മഹത്വപ്പെടട്ടെ അപ്പ amen, hallelujah. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവിന്റെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ആരാധിച്ചാൽ വിടുതലുണ്ട്,
വിളിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപുറത്തെത്തും നിശ്ചയം. വിളിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപുറത്തെത്തും നിശ്ചയം. വിളിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാക്തത്വം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. തുറന്നീടും ചോദിച്ചാൽ ലഭിച്ചിടും. ആഹാ, പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ അത് നിശ്ചയം. അനുദഹിച്ചാൽ പാപമോക്ഷമുണ്ട്. മനം തകർന്നാലുണ്ട്. അനുദഹിച്ചാൽ പാപമോക്ഷമുണ്ട്. മനം തകർന്നാലേശു അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം. നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാഗ്ദത്തം തന്നവനകലുകില്ല. ഉത്തരമുണ്ട്, യാചിച്ച വിശ്വാസത്തോടെ സന്തോഷത്തോടെ തുറന്നീടും ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം. ഉത്തരമുണ്ട്, മറുപടിയുണ്ട്. തുറന്നീടും ലഭിച്ചിടും. മാധുര്യമാക്കിടുമേ. ശത്രുവിന്മേൽ ജയം തന്നിടുമേ. മാധുര്യമാക്കിടുമേ. ശത്രുവിന്മേൽ ജയം തന്നിടുമേ. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം. മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം. മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. തുറന്നീടും ചോദിച്ചാൽ ലഭിച്ചിടും. ഒരിക്കൽ കൂടി പാടാം. പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ മുട്ടിയാൽ ചോദിച്ചാൽ അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നീടും ചോദിച്ചാൽ ലഭിച്ചിടും. നിശ്ചയം നിശ്ചയം. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ആ കർത്താവ് നമ്മുടെ ഓരോ വികാര വിചാരങ്ങളെയും അറിയുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ഈ ദിവസങ്ങളിലും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആവശ്യപ്പെടുന്നതിൽ അത്യന്തപരമായി നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനാണ് ആരാധിക്കുന്നത്. ഇന്ന് ഏത് വിഷയത്തിന് മുമ്പിലാണ് ഇറങ്ങുന്നതെങ്കിലും ഒന്ന് ഉറപ്പോടെ നമുക്ക് മടങ്ങിപ്പോകാം. പ്രാർത്ഥിച്ചതൊന്നും വൃഥാവായിട്ടില്ല, ഓടിയതും അധ്വാനിച്ചതൊന്നും വൃഥാവായിട്ടില്ല. കർത്താവ് ഈ ദിവസങ്ങൾ ഒരു പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. ആ പ്രതിഫലം കർത്താവ് തരും. പ്രാർത്ഥനകൾ കർത്താവ് ഉത്തരം തരും. ഏലിയാവ് പ്രാർത്ഥിച്ചു, അവിടെ മഴമേഘങ്ങൾ പൊങ്ങി, കൈപ്പത്തി പോലെ മേഘം പൊങ്ങിയ മാത്രമല്ല, ആകാശമണ്ഡലങ്ങളിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി അവിടെ ഒരു മഴയുടെ മുഴക്കം വന്നു. അവിടെ മഴ പെയ്യുക മാത്രമല്ല, അവിടെ ഭൂമിയെ നനച്ചു. അതുമാത്രമല്ല, അതിനകത്തുനിന്ന് സസ്യങ്ങൾ വിത്തുകളെ മുളയ്ക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടികളുണ്ട്, ഫലമുണ്ട്, ഉത്തരങ്ങളുണ്ട്, ഫലപ്രാപ്തികളുണ്ട്. ചിലത് ഈ ദിവസം ഉരുവായി വരും, ചിലത് ഈ ദിവസങ്ങൾ സംഭവിക്കും, ചിലതിനെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഉരുവാക്കി കൊണ്ടുവരും. അത് കർത്താവ് അയച്ച മഞ്ഞും മഴയും ആകാശത്ത് വരുന്ന പോലെ അവിടുത്തെ വചനം അവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിവൃത്തീകരണങ്ങൾ ജീവിതങ്ങളുടെ മേൽ കാണാൻ പോകുന്നതിനെ ഓർത്ത്
നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും സഹവാസവും ശക്തിയും നമ്മളെല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവരേക്കും ഇരിക്കുമാറാകട്ടെ. കർത്താവ് കരം വെച്ച് ആശീർവദിച്ച് നമ്മളെല്ലാവരെയും മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അർക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ, സമാധാനത്താൽ, സന്തോഷത്താൽ ദൈവം നമ്മളെല്ലാവരെയും വഴി നടത്തുമാകട്ടെ. നമ്മൾ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.